Amen. Praise Lord. इसे परमेश्वर का बच्चों के लिए, युवाओं के लिए मैं प्रभु को धन्यवाद देना चाहता हूँ. इस युवाओं के लिए मैं प्रभु को धन्यवाद देना चाहता യൂത്ത്സിനെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. हूँ. एक पीढ़ी को प्रभु तैयारी कर रहे हैं. ഈ ഒരു തലമുറയെ കർത്താവ് ഒരുക്കുകയാണ്. जो मेरा पीढ़ी जैसे नहीं है, नया पीढ़ी है. ആമേൻ. എൻ്റെ തലമുറ പോലെ അല്ല അടുത്ത തലമുറ. They are so blessed. അവർ നല്ല അനുഗ്രഹിക്കപ്പെട്ടവരാണ്. मैं प्रार्थना कर रहा हूँ अगले पीढ़ी को प्रभु ने बहुत सामर्थ्य के साथ में उपयोग करने की. ആമേൻ. ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ ഭയങ്കര ശക്തിയോടെ ഉപയോഗിക്കുമാറാകട്ടെ. हम आज है, നാം ഇന്നുണ്ട്. कुछ समय के बाद में अगले एक पीढ़ी उठ के आ जाए. ആമേൻ. അല്പസമയം കഴിയുമ്പോൾ അടുത്തൊരു തലമുറ എഴുന്നേറ്റ് വരും. कलीसिया ऐसे ही रहेगा. ആമേൻ. സഭ ഇങ്ങനെ തന്നെയായിരിക്കും. कलीसिया प्रभु का है. സഭ ദൈവത്തിന്റെയാണ്. कलीसिया किसका है? സഭ ആരുടെയാ? कलीसिया प्रभु का है. സഭ ദൈവത്തിന്റെയാ. कलीसिया को बनाने के लिए प्रभु ने कोई ना तो कोई व्यक्ति को उपयोग किया होगा. സഭ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ദൈവം ആരെങ്കിലും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. लेकिन कलीसिया परमेश्वर का है. പക്ഷെ സഭ ദൈവത്തിന്റെയാ. यीशु ने क्या कहा? യേശു എന്താ പറഞ്ഞത്? मैं मेरा कलीसिया को बनाऊंगा. ഞാൻ എൻ്റെ സഭയെ പണിയും. यीशु ने कहा मैं मेरा അമേൻ कलीसिया അമേൻ. को बनाऊंगा. യേശു കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ പണിയും. कलीसिया का ऑनरशिप സഭയുടെ ഓണർഷിപ്പ് प्रभु का है. ദൈവത്തിന്റെയാ. बनाने वाला भी प्रभु അമേൻ है. അമേൻ. അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും കർത്താവാണ്. कल एक खूबसूरत एक मीटिंग इधर हुआ. ഇവിടെ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മീറ്റിംഗ് ഇന്നലെ ഇവിടെ നടന്നു. काफी परमेश्वर का बच्चों में आया. അനേക ദൈവമക്കൾ കടന്നു വന്നു. बहुत दूर दूर देश से नौजवान അമേൻ. आया. ഒത്തിരി ദൂരത്തെ നിന്നൊക്കെ യൂത്ത്സ് വന്നു. नासिक से, നാസിക്കിൽ നിന്ന്, मुरबाड से, മുർബാഡിൽ നിന്ന്, पुणे से, പൂനെ നിന്ന്, गुजरात से. ഗുജറാത്തിൽ നിന്ന്. मुझे बहुत अच्छा लगा. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. मेरा मन के अंदर इसे आशा आया हर महीने ऐसे അമേൻ प्रोग्राम അമേൻ. रखना चाहिए. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹമുണ്ട് എല്ലാ മാസവും നമുക്ക് ഇങ്ങനെ വെക്കാൻ Every month പറ്റും. हमें अच्छा प्रोग्राम रखना चाहिए. എല്ലാ മാസവും നമുക്ക് ഇങ്ങനെ നല്ല മീറ്റിംഗ്സ് വെക്കണം. कितना खूबसूरत है परमेश्वर के बच्चों साथ में आके आराधना करना, प्रभु का वचन सीखना, ये कितना खूबसूरत है. ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നതും ദൈവവചനം പഠിക്കുന്നത് എത്ര മനോഹരമായ ഒരു കാര്യമാണ്. मैंने बोला कल का जो बैनर निकालना नहीं है, ऐसे ही रखो. ഞാൻ പറഞ്ഞു ബാനർ എടുക്കണ്ട, ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. आज का आराधना में भी हम इसी बैनर को उपयोग करेंगे. ഇന്നത്തെ ആരാധനയിലും നാം ഈ ബാനർ തന്നെ യൂസ് ചെയ്യാം. एक थीम रखे ये जो प्रोग्राम किया था. ഒരു തീം വെച്ചാണ് ഈ പ്രോഗ്രാം ചെയ്തത്. पहले पत्रोस 5 अध्याय का 10वां आयत. 1 പത്രോസ് 5:10. God will himself restore you and make you strong, firm and steadfast. परमेश्वर आपकी पुनर्स्थापना करेगा, आपको दृढ़ कराएगा. अपना परमेश्वर पुनर्स्थापन का परमेश्वर. നമ്മുടെ ദൈവം പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ്. Restore करने वाला परमेश्वर. റീസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്. Return, restore and rebuild. റിട്ടേൺ, റീസ്റ്റോർ, റീബിൽഡ്. इस दिनों में हम जरमिया का किताब से बहुत बातों सीखा था. ഈ ദിവസങ്ങളിൽ നാം ഇരമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ जरमिया का പഠിച്ചു. किताब के अंदर दिया हुआ संदेश भी ये 3 शब्दों में. ആമേൻ. ഇരമ്യാവിന്റെ പുസ്തകത്തിൽ തന്നിരിക്കുന്ന ഒരു മെസ്സേജ് ഈ 3 ശബ്ദങ്ങളാണ്. शुरुआत का अध्याय में बार-बार इरमिया कहते था रिटर्न. ആദ്യത്തെ അധ്യായങ്ങളിൽ ഇരമ്യാവ് എപ്പോഴും പറയുന്നത് റിട്ടേൺ, മടങ്ങി വരിക, रिटर्न. മടങ്ങി വരിക. जो देश देश में ट्रैवल करने वाला पक्षियों होते हैं. ഓരോ ദേശങ്ങളിൽ ട്രാവൽ ചെയ്യുന്ന പക്ഷികളുണ്ട്, माइग्रेट करने वाला पक्षियों. മൈഗ്രേറ്റ് ചെയ്യുന്ന പക്ഷികളുണ്ട്. 6000-7000 किलोमीटर ट्रैवल करे. 6000-7000 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യും. उसके बाद में അതിനുശേഷം उसी रूट में वो वापस आएगा. അതേ റൂട്ടിൽ അത് മടങ്ങി വരും. एक सीजन बदलते हैं. ഒരു സീസൺ മാറും. जहां गया उधर से दूसरा जगह में. എവിടെ പോയോ അവിടെ നിന്ന് മടങ്ങി വരും. रूट बिल्कुल उनको बदलेगा नहीं. റൂട്ട് അവർക്ക് തെറ്റത്തില്ല. इरमिया का पुस्तक में ऐसे लिखा है. ഇരമ്യാവിന്റെ പുസ്തകത്തിൽ അങ്ങനെ जिस എഴുതിയിട്ടുണ്ട്. रास्ता से तुम जा रहे हो उधर निशाना लगाओ. അമേൻ അമേൻ. നിങ്ങൾ പോകുന്ന വഴികളിൽ നിങ്ങൾ പോസ്റ്റുകൾ വെക്കുക. So you can come back. നിങ്ങൾക്ക് മടങ്ങി വരുവാൻ പറ്റും. അമേൻ. ഹല്ലേലൂയ. अगर वापस लौट आएगा നിങ്ങൾ മടങ്ങി വരുവാണെങ്കിൽ प्रभु ने हमें रिस्टोर करेगा. ദൈവം നിങ്ങളെ റീസ്റ്റോർ ചെയ്യും. और वापस बनाने वाला है. അവൻ പുനഃസ്ഥാപിക്കും, नया बनाने वाला. അവൻ പുതുതാക്കും. कितना लोग विश्वास कर रहे हैं? എത്ര പേര് വിശ്വസിക്കുന്നു? नया बनाने वाला, പുതുതാക്കും, खूबसूरत बनाने वाला. ബ്യൂട്ടിഫുൾ ആക്കും. आपको मुझको और भी मौका है. എന്നെയും നിങ്ങളെയും ഇനിയും ദൈവം പുതുതാക്കും. നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞാട്ട് अपने सीने में हाथ रखकर कहे എനിക്ക് ഇനിയും ചാൻസ് ഉണ്ട്. मुझे और मौका है. Everything is not over. अब सब कुछ समाप्त नहीं हुई है. हालेलुया.
എനിക്ക് ഇനി അവസരമുണ്ട്. मुझे और मौका है. ഇന്നലെ രാവിലെ ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, कल सुबह मैंने इस प्रकार से परमेश्वर से कहा, കർത്താവേ, അടുത്തൊരു 15 വർഷം प्रभु अगला 15 साल എനിക്ക് നന്നായിട്ട് ശുശ്രൂഷിക്കണം. मुझे अच्छे से सेवा करना है. കഴിഞ്ഞ വർഷങ്ങളിൽ ശുശ്രൂഷിച്ചതുപോലെയല്ല, കുറച്ചുകൂടെ आमीन. നന്നായിട്ട്. पिछले साल जैसा सेवा किया वैसे नहीं, थोड़ा और अच्छे से. മീറ്റിംഗിന് വന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞു, मीटिंग में आने समय पास्टर ने कहा, അടുത്തൊരു 5 വർഷം अगला 5 साल നന്നായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. अच्छे से परमेश्वर के लिए सेवा में. ഞാൻ ഇവിടെ ഇരുന്നോണ്ട് പറഞ്ഞു, तो मैंने यहाँ बैठकर कहा, കർത്താവ് ഞാൻ 3 ഇരട്ടിയാണല്ലോ ചോദിച്ചേക്കുന്നത്. मैंने कहा परमेश्वर मैंने उसे 3 गुना मांगा था, കുറച്ച് ചോദിക്കല്ലേ, कम नहीं मांगा, കുറച്ച് കൂടുതൽ ചോദിക്കണം. ज्यादा मांगो. 15 ഒന്നും പോരാ കേട്ടോ. 15 सब कम है. അതിലൊക്കെ കൂടുതൽ കിട്ടിയ കർത്താവ് തരുന്ന ബോണസ് ആണ് കൂട്ടി. आमेन आमेन आमेन, कर्ता प्रेज ने गॉड. प्रयोजन अगर उससे भी ज्यादा मिल जाए तो प्रभु ने दिया हुआ बोनस है, समझकर उसे स्वीकार कर ले. കർത്താവ് എനിക്ക് അടുത്ത വർഷങ്ങളിൽ നല്ലൊരു ലൈഫ് നയിക്കണം. आप भी कहो कि परमेश्वर अगले इतने साल तक मुझे बहुत अच्छे से फलवंत होना है. കർത്താവിന്റെ കരം പിടിച്ച് കൂടെ നടക്കുന്ന ഒരു സുന്ദരമാകുന്ന ജീവിതം. आमेन आमेन. प्रभु के हाथ पकड़कर चलने वाला एक सुंदर जीवन. ഹല്ലേലൂയ. आमेन हालेलुया. ഓരോ വാക്കുകൾ പറയുമ്പോൾ അതൊന്ന് ഏറ്റെടുത്ത് ഹൃദയത്തെ സ്വീകരിച്ച് आमेन आमेन. ഒരു വലിയ സമർപ്പണത്തോടെ ഇന്ന് നമുക്ക് മടങ്ങി പോകണം കേട്ടോ. जब यहाँ से वचन बोलते हैं तो उसे बहुत ही अच्छे से आप हृदय में स्वीकार करके हम यहाँ से लौटेंगे. നമ്മുടെ മൈൻഡ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് हमारे मन को थोड़ा क्लियर करके എന്നോടൊന്ന് മിണ്ടണം അപ്പ, ऐसे कहो कि अब्बा मुझसे ज़रा बात करना, എന്നോടൊന്ന് സംസാരിക്കണേ അപ്പ. मुझसे बात करना अब्बा. റിട്ടേൺ, റീസ്റ്റോർ ആൻഡ് റീബിൽഡ്. रिटर्न, रिस्टोर, रीबिल्ड. ദൈവം നിങ്ങളെ പുതുക്കി പണിയുമ്പോൾ परमेश्वर जब आपको नया बनाता है, मैं हमेशा कहते ഞാൻ എപ്പോഴും പറയുന്നത്, कोई एक चीज अब मरामत करने के लिए दिया, നാം എന്തെങ്കിലും ഒരു കാര്യത്തിനെ മോൾഡ് ചെയ്യാൻ കൊടുക്കുമ്പോൾ कितना भी अच्छा मैकेनिक हो, എത്ര നല്ല മെക്കാനിക് ആണെങ്കിലും वो नया नहीं दिखेगा. അത് പുതുതായിട്ട് നമുക്ക് തോന്നത്തില്ല. कुछ न तो कुछ उधर मरामत किया करके सबूत बाकी रहे. അവിടെ റിപ്പയർ ചെയ്തെന്നുള്ളതിന്റെ എന്തെങ്കിലും ഒരു അടയാളം അവിടെ കാണും. मेरा गाड़ी मैंने एक ट्रक ठोकने के बाद में रिपेयरिंग के लिए दिया. എൻ്റെ കാറ് ട്രക്ക് ഇടിച്ചതിന് ശേഷം ഞാൻ റിപ്പയറിന് കൊടുത്തു. ऑथराइज्ड सर्विस सेंटर में दिया, ഒരു ഓഥറൈസ്ഡ് സർവീസ് സെന്ററിലാണ് കൊടുത്തത്. लेकिन वापस आने के बाद में പക്ഷെ മടങ്ങി വന്നപ്പം मैंने देखा, ഞാൻ കണ്ടു, जैसे पीछे का डिक्की खोला, ഡിക്കി തുറന്നപ്പം कुछ दूसरा कलर का पेंट स्प्रेड आउट हुआ है. വേറെ കളർ ഒരു പെയിന്റ് അവിടെ സ്പ്രെഡ് ഔട്ട് ആയിട്ടിരിക്കുന്നു. मतलब वो जो ओरिजिनल पेंट का साइड से दूसरा कुछ पेंट भी वो लोग जो प्राइमर लगाया है ना, वो एक्स्ट्रा बाहर आया है. അവര് എക്സ്ട്രാ പെയിന്റ് ചെയ്ത പ്രൈമർ എക്സ്ട്രാ പുറത്തു मेरा വന്നു. मन में मैंने कहा, എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, इन्होंने अच्छा काम किया नहीं. അവർ നന്നായിട്ടല്ല വർക്ക് ചെയ്തത്. ना भी एक्सपर्ट मैकेनिक हो, എത്ര നല്ല എക്സ്പേർട്ട് മെക്കാനിക് ആയാലും मरामत करेगा तो റിപ്പയർ ചെയ്യുമ്പം कुछ ना तो कुछ निशाना बाकी रहे. എന്തെങ്കിലും അടയാളം ബാക്കി കാണും. लेकिन പക്ഷേ अपना परमेश्वर നമ്മുടെ ദൈവം जब पुनर्स्थापना करेगा, പുനഃസ്ഥാപിക്കുമ്പോൾ, रीबिल्ड करेगा, റീബിൽഡ് ചെയ്യുമ്പോൾ, मरामत करने वाला नहीं, ആമേൻ, അവൻ റിപ്പയർ അല്ല वो ചെയ്യുന്നത്, नया बनाने वाला. പക്ഷെ അവൻ പുതുതാക്കുകയാണ് ചെയ്യുന്നത്. नया बनाओ, ആമേൻ ഹല്ലേലൂയ. नया बनाओ, नया बनाओ, दिल से गाइए. नया बनाओ, नया बनाओ, नया बनाओ, मुझे नया बनाओ, नया बनाओ, नया बनाओ, मुझे नया बनाओ. पुकार थी थका हूँ मैं प्रभु, रो रो के मेरी आंखें सूख गई. पुकार थी थका हूँ मैं प्रभु, रो रो के मेरी आंखें सूख गई. निकट आ प्रभु, सुन ले दुआ, निकट आ प्रभु, सुन ले दुआ.
പറ്റുമോ? You and me. നിങ്ങളും ഞാനും और मैं एक broken vessel. ഒരു ഉടഞ്ഞ പാത്രമായിരുന്നു. Broken vessel. ഒരു ഉടഞ്ഞ പാത്രമായിരുന്നു. बैठ के रो रहे. ഒരുപാട് ഇരുന്ന് കരഞ്ഞു. यीशु आपका बगल में बैठा है. യേശു നിങ്ങളുടെ അടുത്തിരിക്കുകയാണ്. आपका कंधों में हाथ लगाया. നിങ്ങളുടെ ഷോൾഡറിൽ കർത്താവ് കരം വെച്ചു. Silent. എന്നിട്ട് അവൻ മൗനമായിട്ടിരിക്കുകയാണ്. आप रो रहे. നിങ്ങൾ കരയുന്നു. Jesus is just listening you. യേശു കർത്താവ് നിങ്ങളെ കേൾക്കുകയാണ്. आज सुबह से हम वही सुन रहे मेरा प्यार. ഇന്ന് രാവിലെ മുതലേ നാം അതാണ് കേൾക്കുന്നത്. सब कुछ सुनने के लिए तैयार है. എല്ലാം കേൾക്കുവാൻ അവൻ തയ്യാറാണ്. उनके पास बहुत समय आपके लिए. ഒത്തിരി സമയമുണ്ട്. कभी भी कहेगा नहीं मैं बिजी हूं मैं जा रहा हूं. ഒരിക്കലും പറയത്തില്ല ഞാൻ ബിസിയാണ് ഞാൻ പോകുക. हल्का शकनारम धने. वो कहेगा नहीं देखो अभी फिन्नी भी मुझे बुला रहे मैं फिन्नी के पास जा रहा हूं आपके पास इतना समय मैंने दिया I'm going ऐसे कहेगा नहीं. അവർ ഒരിക്കലും പറയത്തില്ല ഇത്രയും സമയം തന്നു ഇനി ഞാൻ പോവാന്ന് ഒരിക്കലും പറയത്തില്ല. ആമേൻ ഹല്ലേലൂയ. आज का जमाना में जो कंप्यूटर्स हम यूज करते हैं ഇന്നത്തെ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് उसका प्रोसेसर में അതിന്റെ പ്രോസസ്സറിൽ मल्टी थ्रेड्स होते हैं. മൾട്ടി ത്രെഡ്സ് ഉണ്ട്. बहुत थ्रेड्स होते हैं. ഒത്തിരി ത്രെഡ്സ് ഉണ്ട്. मतलब एक एक जगह में एक एक काम हो रहे हैं. ഓരോ സ്ഥലങ്ങളിൽ ഓരോന്ന് अगर एक പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. कंप्यूटर को उतना मतलब मल्टी थ्रेड है तो परमेश्वर का दिमाग में Amen, कितना amen. थ्रेड्स होगा आप सबके लिए जगह है. ആമേൻ ആമേൻ ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ഉള്ളിൽ Same എന്തോരം time. ആമേൻ അതേ സെയിം यीशु ടൈം सबको सुन पासा है. യേശു കർത്താവ് എല്ലാവരെയും यीशु सबके കേൾക്കാൻ साथ रह പറ്റും. सकते हैं. യേശു എല്ലാവരുടെയും കൂടെ ഉണ്ടാവും. उसके जैसे कोई नहीं. അവനെ പോലെ വേറെ ആരുമില്ല. हम जो भजन संगीत आज पढ़ा ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ उसमें क्या लिखा है? അതിലെന്താ Psalms എഴുതിയിരിക്കുന്നത്? 96 का 4 और 5 पढ़ लीजिए. Psalms 96 verse 4 क्योंकि यहोवा महान और अति स्तुति के योग्य है वे सब देवताओं से अधिक भाई योग्य है. हाँ और क्योंकि देश देश के सब देवताओं तो मूर्त ही है परंतु यहोवा ही ने स्वर्ग को बनाया है. अपना परमेश्वर का विशेषता क्या है? നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്തുവാ? बहुत देवी देवताओं को हम आजू बाजू में देखा है. നമ്മൾ ഒരുപാട് ദേവന്മാരെ അപ്പുറത്തും ഇപ്പുറത്തും लेकिन എല്ലാം अपना കാണാം. परमेश्वर का विशेषता പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ വിശേഷത आकाश और पृथ्वी को बनाया ആമേൻ സ്വർഗ്ഗത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവം. He is the creator. അവൻ സൃഷ്ടികർത്താവാണ്. और रिपेयर करने वाला मैकेनिक का शॉप डाल के बैठा ആമേൻ नहीं. അവൻ റിപ്പയർ ചെയ്ത ഒരു മെക്കാനിക്കൽ ഷോപ്പിൽ ഇരിക്കുകയല്ല. हालेलुया. ഹല്ലേലൂയ. वो सृष्टि करता है. അവൻ സൃഷ്ടികർത്താവാണ്. वो कुछ बनाएगा तो അവൻ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ मरामत का निशाना भी बाकी नहीं ആമേൻ റിപ്പയർ रहेगा. അടയാളം പോലും അവിടെ കാണുകയില്ല. He will recreate, rebuild your life. അവൻ റീക്രിയേറ്റ് ചെയ്യും, അവൻ റീബിൽഡ് ചെയ്യും. कुछ भी निशाना बाकी नहीं ഒരു रहेगा. അടയാളവും അവിടെ ബാക്കി नया കാണുകയില്ല. बनाएगा. അവൻ പുതുതാക്കും. एकदम फ्रेश. ഫ്രഷ് ആയിട്ട് മാറ്റും. कितना लोग आज विश्वास कर रहे हैं? എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റും? प्रभु का हाथ में सौंप दो. കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. उसी उंगली से അതേ ഏരിയയിൽ നിന്നുകൊണ്ട് തന്നെ जो आदम हवा को बनाया ആദം ഹവ്വനെ ഉണ്ടാക്കിയ उसी उंगली से അതേ വിരലുകൾ കൊണ്ട് आपको भी बनाएगा. അവൻ നിങ്ങളെയും സൃഷ്ടിക്കും. चोंग का त्योंग बनाएगा. എങ്ങനെയായിരുന്നു അതുപോലെ അവൻ വീണ്ടും पुनस्ता പണിയും. बनाएगा. അവൻ വീണ്ടും പണിയും. ये जो आयत में ഈ വാക്യത്തിൽ 1 Peter chapter 5 verse 10 में 1 Peter chapter 5 verse 10 आप जरा एम्प्लीफाइड वर्जन करके बाइबल का एक ट्रांसलेशन है उसमें देख लीजिए. നിങ്ങൾ അതിന്റെ ഒരു ആംപ്ലിഫൈഡ് വേർഷൻ एम्प्लीफाइड वर्जन मिलेगा उसमें. एम्प्लीफाइड वर्जन का विशेषता ആംപ്ലിഫൈഡ് വേർഷന്റെ സ്പെഷ്യാലിറ്റി वो ऐसे एक वर्जन है അങ്ങനെ ഒരു വേർഷൻ ആണ് जो ओरिजिनल लैंग्वेज में जो मीनिंग है मैक्सिमम लोगों के पास पहुंचाने के लिए कोशिश करके लिखा हुआ एक वर्जन है. അതിന്റെ അർത്ഥം മാക്സിമം അതിന്റെ അർത്ഥം എക്സ്പ്ലെയിൻ ചെയ്ത് തരാനാണ് ആ വേർഷൻ യൂസ് ചെയ്യുന്നത്. जो हमें उस भाग से थोड़ा और एक्स्ट्रा डिटेल्स मिलेगा. നാം അതിൽ നിന്ന് നമുക്ക് കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് കിട്ടും. उस वर्जन में कुछ बातों ब्रैकेट में रखेगा. അത് കുറച്ച് സെന്റൻസ് ബ്രാക്കറ്റിൽ വെക്കും. इधर स्टेडफास्ट करके अंग्रेजी में लिखा है जो ഇവിടെ हम यूज സ്റ്റെഡ്ഫാസ്റ്റ് करते എന്നാണ് हैं. എഴുതിയിരിക്കുന്നത്. लेकिन एम्प्लीफाइड वर्जन किसी का मिला उस वर्जन? आपका मोबाइल में मिला होगा ना शायद. कैन यू रीड इट? After you have suffered for a little while, the God of all grace, अब थोड़ा समय कष्ट उठाने के बाद में अनुग्रहकारी परमेश्वर ने क्या करेगा? the God of all grace, who imparts His blessings and favor, Who imparts his blessings and favor? who called you to His own eternal glory in Christ, will strengthen, Will himself complete, confirm, strengthen and establish you. Bracket में making you what you ought to be. Making you what you ought to be. इसका मतलब क्या है?
Making you what ought to be. इसका अनर्थम എന്താണ്? Making you what you ought to be. Making you what you ought to be. तुमको जो बनाना है നിങ്ങൾക്ക് എന്താണോ ആയിത്തീരേണ്ടത് परमेश्वर का ओरिजिनल प्लान में, ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാനിൽ परमेश्वर का दिल के अंदर, കർത്താവിന്റെ ഹൃദയത്തിന്റെ आपके ഉള്ളിൽ बारे में प्रभु ने रखा Amen. पद्धति क्या है, നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന കർത്താവിന്റെ യോജന എന്താണോ वो आपको बनाने वाला है. അത് അവൻ നിങ്ങളെ ആക്കി തീർക്കാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. आपको बात ദൈവം समझ में നിങ്ങളെ आई? വെറുതെ അങ്ങ് പണിയുന്നല്ല. परमेश्वर आपको यूं ही बनाएगा करके नहीं. ദൈവം നിങ്ങളെ ഒരു വിധത്തിൽ പണിത് ഒരു പരുവത്തിലാക്കുന്നല്ല. परमेश्वर तुमको कुछ ना कुछ तो बना के रखेगा करके नहीं. परमेश्वर आपको ദൈവം എന്ത് പദ്ധതിക്കാണ് സൃഷ്ടിച്ചത്, परमेश्वर ने जिस मकसद के लिए आपकी सृष्टि की है, പദ്ധതി പോലെ പണിയും. आमेन, वही पर्पस के लिए आपको बनाएगा. आमेन. हालेलुया. യുഗാരംഭത്തിന് മുമ്പ് അവന്റെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടായിരുന്നു. आमेन. युगानुग पहले ही हम उसके हृदय के अंदर थे. ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. एक प्लान था. ഇനി 8ാം വാക്യം മുതൽ ഈ 3 വാക്യം കൊണ്ട് ചേർത്ത് പഠിച്ചാൽ, अगर हम 8 से अगर एक साथ पढ़ेंगे तो 7ാം വാക്യം മുതൽ ചേർത്ത് പഠിക്കണം. अगर हम 7 से एक साथ पढ़ेंगे 7ാം വാക്യത്തിൽ എന്താ പറയുന്നത്? 7वें वाक्य में क्या लिखा है? ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. आमीन. परमेश्वर उचित समय पर हमें उठाएगा. നമ്മുടെ എല്ലാം മനസ്സിൽ വിഷമമില്ലേ? हम सबके अंदर दुख है ना. ഇതൊന്നും അല്ലായിരുന്നു എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. इങ്ങനെ ऐसा कुछ नहीं था परमेश्वर के मेरे बारे में योजना. ചിന്തിക്കാത്തവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ऐसा कोई नहीं होगा जो ऐसा सोचा नहीं होगा. ആരെങ്കിലും ഉണ്ടോ? कोई ऐसा है क्या जो नहीं ഞാൻ सोचा है? ചിന്തിക്കുന്നുണ്ട്, ഇപ്പോഴും ചിന്തിക്കുന്നു. मैं अभी भी सोचता हूँ. കുറച്ചുകൂടെ നന്നായിട്ട് നേരത്തെ കാലത്തെ ദൈവ കർത്താവിന്റെ പദ്ധതിക്ക് നിന്നാൽ ആമേൻ. ഇന്ന് എവിടെ ചെല്ലണ്ടായിരുന്നു? ऐसा सोचता हूँ मैं भी कि अगर थोड़ी देर पहले ही मैं परमेश्वर की योजना पर खड़ा हुआ होता तो मैं कहाँ पहुंचा होता. ഇതല്ലല്ലോ ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു, കർത്താവ് എന്നെ കുറിച്ചുള്ള പ്ലാൻ ബിയോ സിയോ ഒക്കെ ആയിരിക്കും ഇപ്പൊ നടക്കുന്നത്. मैं ये सोचता हूँ बीच बीच में कि मेरे बारे में शायद प्लान बी या सी हो रहा होगा. ഒറിജിനൽ പ്ലാൻ അല്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ये परमेश्वर का ओरिजिनल प्लान नहीं है ना. मैं ऐसा कभी कभी सोचता हूँ. എന്നെ പോലെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ട്. मेरे जैसे आप सब ने सोचा होगा. അല്ലായിരുന്നല്ലോ കർത്താവേ, ये सब नहीं था ना परमेश्वर. അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ, नष्ट हो गया है कुछ. കർത്താവിന്റെ പദ്ധതി എന്നിൽ നിറവേറിയില്ലല്ലോ. परमेश्वर की इच्छा मुझ पर पूरी हुई नहीं. അപ്പൊ കർത്താവ് പറയാ, तब परमेश्वर कहते हैं എന്റെ ബലമുള്ള കൈ കീഴിൽ താണേ, आमेन, कि अपने बलवंत भुजबल के अधीन रहो. നീ എന്റെ കൈയുടെ കീഴിൽ നീ ഇരിക്കണം. आमेन. तू मेरे हाथों के नीचे बना रहे. നീ എന്റെ കൈയുടെ കീഴിൽ ഇരിക്കടാ. आमेन. तू मेरे हाथ के नीचे बना रहे. ഞാൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തും. आमेन. आमेन. उचित समय पर मैं तुझे उठाऊंगा. हमारा प्रश्न- आमेन. हमारी दिक्कत यह है നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. हम बैठ नहीं पाते हैं. ഇരുന്നവരെ വളർന്നു, आमेन. जो बैठा है ना वही बड़ा बढ़ोतरी ഇരുന്നവരെ प्राप्त किया है. ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളൂ. जो बैठ पाया है उसका ही इस्तेमाल भी कर पाया है. ഞാനൊരു ആത്മിക സീക്രട്ട് പറയാം. मैं एक आत्मिक सीक्रेट കർത്താവ് बताता हूँ. അതിശക്തമായി आमेन. ഉപയോഗിച്ചതല്ല. हालेलुया. परमेश्वर ने जिनको भी बहुत ही सामर्थ्य ഒരു तौर से इस्तेमाल കാലത്ത് किया है. കർത്താവിന്റെ आमेन, കൈയുടെ आमेन, കീഴിൽ आमेन, हालेलुया. മറഞ്ഞിരുന്നവരാ. एक समय वो परमेश्वर के हाथों पर छिपकर बैठे थे. കർത്താവ് ഉപയോഗിച്ചതല്ല, परमेश्वर ने जिनको भी इस्तेमाल किया है. കർത്താവിന്റെ പൂണിക്കകത്ത് മറഞ്ഞിരുന്നതാ. आमेन. परमेश्वर के पास वो छिपकर बैठे हुए थे. എലിയാവിനെ കർമ്മേലിൽ നിർത്തുന്നതിന് മുമ്പ് एलिया को कर्मेल पर खड़ा कराने से पहले 3.5 വർഷം ഒരു വിധവയുടെ വീടിന്റെ മച്ചിന്റെ മുകളിൽ ഒളിപ്പിച്ചിരുത്തി. 3.5 साल एक विधवा के घर के ऊपर छिपा कर बिठा कर മച്ചെന്ന് रखा. പറയുമ്പോൾ അപ്പർ റൂം ആകട്ടോ, एक अपर रूम पूरी कोठरी पर അതൊരു उसे बिठा कर യഹൂദന്റെ रखा. പ്രാർത്ഥനാ മുറിയാകട്ടോ. वो एक यहूदी की प्रार्थना की कमरा है. ഏലിയാവ് എവിടെ ആയിരുന്നു? एलिया कहाँ पर था? ऊपर का कोठरी में था. आमेन. अपर रूम में लाइरनो. കാരണം ആ വിധവയുടെ മകൻ മരിക്കുമ്പോൾ क्योंकि जब वो विधवा का कुഞ്ഞിനെ बेटा എടുത്തോണ്ട് जब അങ്ങോട്ടാ मर रहा പോകുന്നത്. था तो उसको लेकर कहाँ जा रहे थे? ऊपर का कोठरी में. അപ്പർ റൂമിൽ That was the place ആയിരുന്നു. Elijah was hiding. അവിടെ ആയിരുന്നു എലീശ മറഞ്ഞിരുന്നത്. ഏലിയാവ് ഏലിയ മറഞ്ഞിരുന്നത്. അപ്പർ റൂമില് अपर रूम में 1.5 വർഷം അവിടെ പാത്തിരിക്കുക കേട്ടോ. वहां पर 1.5 साल वो छुप कर बैठा रहा. 1.5 വർഷം പാത്തിരുന്നെങ്കിൽ 1.5 साल अगर वो छुपा ഒരു ദിവസം बैठा रहा കർത്താവ് നിന്നോട് तो പറയും, एक बार परमेश्वर आपसे നീ ഇപ്പൊ कहेगा, പുറത്തു വരേണ്ട സമയം. आमेन, अभी तेरे बाहर आने का समय हो चुका है.
പുറത്തു വരേണ്ട സമയമാണ്. बाहर आने का समय हो നീ चुका നിന്നെ है. തന്നെ വെളിപ്പെടുത്തേണ്ട സമയം. आमीन. तुझे अपने आप को प्रकट करने का समय आ चुका എപ്പോഴും है. പറയുന്നത് ആവർത്തിക്കട്ടെ. मैं हमेशा जो कहता हूँ वो दोहराना चाहता हूँ. പേടിച്ചോടിയ ഹല്ലേലൂയ മോശ आमीन. फिरौन से डरकर भागा 40 हुआ വർഷം मूसा മിദ്യാനിൽ പാത്തിരുന്നിട്ട് 40 साल मिद्यान में वो छिपा रहने के बाद തിരിച്ചു വന്നിട്ട് वापस आकर പാത്തിരിക്കുകയല്ല ചെയ്യുന്നത്. आमीन. वापस आकर फिर वो छिपा नहीं रहा. പിന്നെന്താ ചെയ്യുന്നറിയാമോ? फिर उसने क्या किया? ഹല്ലേലൂയ നേരെ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ഗർജിച്ചു. आमीन. वो सीधा फिरौन के महल पर गया. നേരെ ഫറവോന്റെ കൊട്ടാരത്തിൽ. फिर सीधा वो फिरौन के महल पर गया. വിക്ക് മാറിയിട്ടില്ല. उसका जो हक लाने का था वो गया नहीं അതല്ല था. അതുപോലുണ്ട്. वो सब वैसा ही है. പക്ഷേ മനസ്സിന്റെ അകത്ത് വേറൊരു പേഴ്സൺ വന്നു. लेकिन मन के अंदर दूसरा एक व्यक्ति आ എന്താ गया. പേഴ്സൺ എന്നറിയാ? क्या है वो? ഞാൻ ആരാ? मैं कौन हूँ? ഞാൻ കർത്താവിന്റെ അതോറിറ്റി പ്രാപിച്ചു. मैं परमेश्वर के सामत को प्राप्त किया हुआ व्यक्ति हूँ. ഫറവോന്റെ മേളിൽ അധികാരം തന്നിരിക്കുക. परमेश्वर ने मुझे फिरौन के ऊपर अधिकार ഫറവോൻ दिया അല്ല വലുത്. है. फिरौन नहीं है बड़ा. ദൈവം മോശയോട് എന്താ പറഞ്ഞെന്നറിയോ? परमेश्वर ने मूसा से ഞാൻ क्या നിന്നെ कहा? ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. मैंने तुझे फिरौन का देवता बनाया है. ഫറവോന്റെ മേളിൽ ദൈവമാക്കിയെന്ന് फिरौन के ऊपर भी उसे प्रभु बनाया, अथॉरिटी दिया है. അങ്ങ് ചെല്ലുക. वो सीधा जाता है. എലിയാവും അതുപോലെ തന്നെ. एलिया भी वैसा ही. പാത്തിരുന്ന എലിയാവ് छुप कर बैठने वाला एलिया ധൈര്യത്തോടു കൂടെ പുറത്തു വരികയാണ്. अब हिम्मत के साथ वो बाहर आता है. കർമ്മേലിൽ ഒരു അഗ്നി ഇറങ്ങണമെങ്കിൽ करमेल में अगर एक अग्नि उतरना है तो ദൈവത്തിന്റെ Amen. കൈയുടെ കീഴിലിരിക്കുന്ന Praise Lord. നാളുകൾ ഉണ്ടാകണം. आपके परमेश्वर के हाथों के नीचे बैठने का समय होना चाहिए. പൗലോസ് അറേബ്യ മരുഭൂമിയിൽ പോയിരുന്നില്ലേ? पौलुस ने भी तो अरेबियन मरुभूमि में जाकर ആ बैठा 3 रहा ना. വർഷമാണ് പൗലോസ് എന്ന വ്യക്തിത്വത്തെ സ്വർഗം Amen. പണിതെടുത്തത്. वो 3 साल था पौलुस व्यक्तित्व को परमेश्वर ने बना कर लिया. കർത്താവിന്റെ കയ്യിൽ താണിരുന്നാൽ परमेश्वर के भुजबल पर अगर समर्पित അവൻ अधीन നമ്മളെ रहोगे तो തക്ക സമയത്ത് ഉയർത്തും. वो हमें उचित समय पर എല്ലാവരും उठाएगा. പറഞ്ഞാട്ടെ, सब लोग कहे എന്നെ കുറിച്ചുള്ള मेरे बारे में ദൈവത്തിന്റെ परमेश्वर की ഒറിജിനൽ പ്ലാൻ ओरिजिनल प्लान നടക്കും. पूरा होगा. പ്ലാൻ സി അല്ല, प्लान सी नहीं, പ്ലാൻ ബി അല്ല, प्लान बी नहीं, പ്ലാൻ എ प्लान ए അവൻ എന്നിൽ वो मुझ में റീഎസ്റ്റാബ്ലിഷ് ചെയ്യും. री एस्टैब्लिश करेगा. മരാമത്തല്ല, रिपेयर नहीं, അവൻ എന്താണോ ആഗ്രഹിച്ചത് वो उसने जो प्लान ആ किया था പദ്ധതിയിലേക്ക്, वही पद्धति में, ആ പ്ലാനിലേക്ക് उसी प्लान में എന്നെ പണിതെടുക്കും. परमेश्वर मुझे बनाएगा. വിശ്വാസമുണ്ടോ? क्या आपको विश्वास है? ഇനി എത്ര വർഷം ബാക്കി കാണും നമുക്ക് ജീവിക്കാൻ? और कितना साल അറിയില്ല. बाकी है हमको जीने के പക്ഷേ लिए? that is लेकिन enough. वो काफी है. ആ വർഷങ്ങൾ ഇനഫാണ് उतना साल काफी है. ദൈവത്തിന്റെ പ്ലാനെ നിങ്ങളിലൂടെ ചെയ്യാൻ. परमेश्वर की पद्धति योजना एक प्लान ए क्या पूरा कार्य होने ചെയ്താ के लिए മതി. एक ही चीज करना है. കൈപിടിച്ചിട്ട് പറയണം, हाथ को पकड़ कर कहना है വിശ്വസ്തനായിരിക്കാം. कि मैं विश्वास योग्य बना रहूंगा. I will be Amen. faithful. मैं विश्वास योग्य बना faithful. रहूंगा. मैं कर्ता विश्वास योग्य बना നീ रहूंगा. പറയുന്നത് പോലെ നടക്കാം. प्रभु तू जैसा कहे वैसे चलने के लिए നിന്റെ ശബ്ദം കേട്ടേ ചുവട് വെക്കത്തുള്ളൂ. तेरे शब्द को सुनकर ही मैं എന്റെ कदम ജഡത്തെ रखूंगा. ഞാൻ മരിപ്പിക്കാം. मेरे फ्लैश को मैं मार ഞാൻ डालता हूँ. ഫ്ലഷിന്റെ ലെവലിലല്ല, मैं फ्लैश के लेवल पर ഞാൻ नहीं. ആത്മാവിന്റെ ലെവലിൽ ചലിക്കാൻ പോകുന്നു. Amen. मैं आत्मा की मंडली पर चलने जा रहा हूँ. പരിശുദ്ധാത്മാവിന്റെ ലെവലിൽ നടക്കാൻ പോകുന്നു. पवित्र आत्मा की मंडली पर मैं चलने जा रहा हूँ. ഓ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ശഖാനാരാധനേ. रेखे मानवरवशदन. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു മനുഷ്യൻ पवित्र आत्मा के द्वारा चलने वाला एक व्यक्ति നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ हमारे बीच में अगर होता तो അത്ര അത്ഭുതമായിരുന്നു. कितने अद्भुत की बात होता. Totally those who are in the control of the Holy Spirit. जो पूरी तौर से पवित्र आत्मा के नियंत्रण में हो. പൂർണ്ണമായി പരിശുദ്ധാത്മാവിനെ കീഴടങ്ങി അനുസരിച്ച് ജീവിക്കുന്നവർ നമ്മുടെ ഇടയിൽ आमेन. ഉണ്ടായിരുന്നെങ്കിൽ पूरी तौर से पवित्र आत्मा के बातों को मानकर उसके नियंत्रण में चलने वाले व्यक्ति लोग अगर हमारे बीच में होते तो ऐसा एक व्यक्ति को ദൈവം എങ്ങനെ ഉപയോഗിക്കുമെന്ന് परमेश्वर कैसा इस्तेमाल करता है നമ്മുടെ ജനറേഷനിൽ നമ്മൾ കണ്ടിട്ടില്ല. हमें हमारे पीढ़ी में हमने देखा ही नहीं നമ്മളൊക്കെ है. വല്ലപ്പോഴും പരിശുദ്ധാത്മാവിനെ കേൾക്കുന്നവർ. हम कभी कभी पवित्र आत्मा को सुनने वाले लोग हैं. ഓ ഇന്ന് പകൽ പറയാൻ പറ്റും, എന്നെ അങ്ങനെ ഒന്ന് ആക്കണേ അപ്പ, क्या हम आज कह पाएंगे कि परमेश्वर मुझे तो ऐसे बना, എന്നെ ഒന്ന് ആക്കണേ അങ്ങനെ. मुझे ऐसे बना. ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക. उसके बलवंत भुजबल के अधीन बैठे रहो. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, अगला आयत में कहते हैं ഞങ്ങൾക്കൊരു പ്രതിയോഗിയുണ്ട്, आपका एक विरोधी है, അവന്റെ പേര് പിശാച് എന്നാണ്. उसका नाम शैतान है. ആരാ നമ്മുടെ ശത്രു? कौन है हमारा शत्रु? ആരാ നമ്മുടെ ശത്രു? कौन है हमारा शत्रु? ഒരു വ്യക്തിയല്ല, एक व्यक्ति नहीं, ഒരു സംഘടനയല്ല, एक संगठन नहीं, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല. एक पॉलिटिकल पार्टी नहीं. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, हमारा युद्ध मांस और लहू के साथ नहीं है.
പൈശാചിക മണ്ഡലത്തോട് शैतान की मंडली के साथ है। ആ ശത്രു वो ഒരു शत्रु അലറുന്ന സിംഹം പോലെ वो गरजने वाले सिंह के समान ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് നടക്കുക. वो किसको फाड़ खाओ करके खोजता रहता അതുകൊണ്ട് है। എന്ത് ചെയ്യണം? इसलिए क्या करना है, മനസ്സിലാക്കണം, समझना है അവനെ റെസിസ്റ്റ് ചെയ്യണം. कि उसको रोकना है। പിശാചിനെ എന്ത് ചെയ്യണം? शैतान को क्या करना है, റെസിസ്റ്റ് ചെയ്യണം. रोकना है। നമ്മൾ പലരും പരാജയപ്പെടുന്നതിന്റെ കാരണം हम कई बार हारने का fail वजह to resist devil. हम शैतान का सामना नहीं कर पाते हैं। ഞാൻ കുഞ്ഞു കുഞ്ഞു കുറെ കാര്യങ്ങൾ പറഞ്ഞുതരാം. मैं छोटी छोटी कुछ बातें बताकर എങ്ങനെ देता हूँ। തിരിച്ചറിയുന്നത് പിശാച് പ്രവർത്തിക്കുന്നത്? हम कैसे समझ पाते हैं कि शैतान काम ഞാൻ कर रहा ലാസ്റ്റ് है। വീക്കിലെല്ലാം പറയുന്നു, मैंने पिछले हफ्ते सब कहा, പിശാച് ആയുധം ഉണ്ടാക്കും. शैतान हथियार बनाता है। പിശാചിന്റെ ആയുധത്തെ തിരിച്ചറിയണം. शैतान के हथियारों को समझना है, തിരിച്ചറിഞ്ഞിട്ട് समझकर അതിനെ റെസിസ്റ്റ് ചെയ്യണം. उसको रोकना है। പിശാച് എപ്പോഴും ആയുധം ഉണ്ടാക്കുന്നത് शैतान कभी भी हथियार बनाता है, ഫ്ലഷ്, वो जड़ ശാരീരിക മണ്ഡലം. शारीरिक मंडली पर बनाता സൈത്താൻ है। കഹാം ഹത്യാർ ബനായേഗാ? പിശാച് എവിടെയാണ് ആയുധം ഉണ്ടാക്കുന്നത്? ശാരീരിക മണ്ഡലം. ശാരീരികമായ മണ്ഡലയിൽ, സൈത്താൻ ഫ്ലഷിൽ. काम करने वाला 3 मंडलियों, പിശാച് പ്രവർത്തിക്കുന്ന 3 മണ്ഡലങ്ങൾ, संसार, ഒരു ലോകം, अपना फ्लश, നമ്മുടെ ഫ്ലഷ്, हालेलुया, फिर शैतान का काम हो. പിന്നെ പിശാചിന്റെ 3 പ്രവർത്തികൾ. रीति में शैतान काम करता 3 രീതിയിലാണ് പിശാച് है. वो പ്രവർത്തിക്കുന്നത്. कौन सा रलम में है? ഏത് തലത്തിലാണ്? भौतिक मंडली में, അത് ഈ ഭൗതികമായ മണ്ഡലത്തിലാണ്, शारीरिक मंडली. ശാരീരിക മണ്ഡലത്തിലാണ്. तो आपको क्या करना है? നിങ്ങൾ എന്ത് ചെയ്യണം? शैतान के इस कामों को रोकना है. പിശാചിന്റെ ഈ പ്രവൃത്തിയെ നിങ്ങൾ തടയണം. कैसे रोकना है? എങ്ങനെ തടയണം? हालेलुया, आपका शरीर से आप रोक नहीं पाएगा. നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾക്ക് തടയാൻ If you പറ്റത്തില്ല. try to resist devil in your flesh or by your flesh, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ തടയാൻ ശ്രമിച്ചാൽ आप जीत नहीं पाएगा. നിങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തില്ല. इसलिए पिछले हफ्ते मैंने कहा, അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ शैतान പറഞ്ഞു, जिस मंडली में हथियार बनाया, പിശാച് ഏത് ഏരിയയിലാണോ ആയുധം जिस ഉണ്ടാക്കുന്നത്, लेवल में आपका विरुद्ध में हथियार बनाया, ഏത് ലെവലിലാണോ പിശാച് ആയുധം उस ഉണ്ടാക്കുന്നത്, लेवल में आप उनको रोक नहीं पाएगा. ആ ലെവലിൽ നിങ്ങൾ നിന്നാൽ നിങ്ങൾക്ക് തടയാൻ പറ്റത്തില്ല. आपका लेवल को अपग्रेड करना है. നിങ്ങളുടെ ലെവല് നിങ്ങൾക്ക് മാറ്റണം. आपका लेवल को अपग्रेड करना है. നിങ്ങളുടെ ലെവല് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണം. फ्लश में हथियार बनाया, പിശാച് ഫ്ലഷിൽ ആയുധം ഉണ്ടാക്കി. आपको आत्मा में लड़ना है. ആമേൻ. നിങ്ങൾ ആത്മാവിൽ യുദ്ധം ചെയ്യണം. क्या करना है? आत्मा में लड़ना है. നിങ്ങൾ ആത്മാവിൽ യുദ്ധം ചെയ്യണം. हेलो, ഹല്ലേലൂയ. मैंने कल भी कहा यूथ मीटिंग, ഞാൻ ഇന്നലെയും പറഞ്ഞു യൂത്ത് മീറ്റിംഗിൽ, शैतान काम करने वाला एक रलम है अपना माइंड. പിശാച് പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണ്, ഒരു റിലമാണ് നമ്മുടെ മൈൻഡ്. माइंड ना, क्या क्या सोचो आते हैं अपना mind. അവിടെ എന്തൊക്കെ ചിന്തകൾ കടന്നു വരും? और एक दिन कितना सोचाते हैं? ഒരു ദിവസം നാം എന്തൊക്കെ ചിന്തിക്കും? हम बहुत कम बात करते हैं, बहुत सोचते हैं. നാം സംസാരിക്കുന്നത് കുറവാണെങ്കിൽ നാം ചിന്തിക്കുന്നത് ഒത്തിരി അധികം. क्या हम लिस्ट कर सकते हैं अपना सोचों को? നമ്മുടെ ചിന്തകളെ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? आप अगर आपका सोचों को लिखे रखे किसी को दिखाएगा तो നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ഒന്ന് എഴുതി വെച്ചിട്ട് लोग ആരെങ്കിലും सोचेगा, കാണിച്ചാൽ, ये इंसान इतना बेकार इंसान है, क्या क्या सोच रहे हैं? ലോകം ചിന്തിക്കും ഈ വ്യക്തി ഇത്ര മോശപ്പെട്ട വ്യക്തിയാണ്, എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്. मतलब इतना तरह का सोचो आते हैं अपने मन के अंदर. അത്രമാത്രം വൃത്തിയുടെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വരും. All this सोच, all this thoughts, ये जो सोचो सब आपका नहीं है. അമ്മ, ഈ തോട്ട്സ് ഒന്നും നമ്മുടെ അല്ല. आपका मन एक बैटल फील्ड है. അമ്മ, നമ്മുടെ മനസ്സ് നമ്മുടെ ഒരു യുദ്ധത്തിന്റെ മൈതാനമാണ്. हालेलुया. ആമേൻ. ഹല്ലേലൂയ. तो शैतान आपका सोचों से काम करेगा. പിശാച് നിങ്ങളുടെ ചിന്തയിലൂടെ പ്രവർത്തിക്കും. आपको उसको ओवरकम करना है. നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യണം. कैसे ओवरकम करना है? എങ്ങനെ ഓവർകം ചെയ്യണം? हालेलुया. शैतान सोच डालेगा, പിശാച് ചിന്ത കൊണ്ടുവരും, आप ना कामयाबी है. നിങ്ങളൊരു അൺസക്സസ്ഫുൾ ഫെയിലിയർ ആയ ഒരു വ്യക്തിയാണ്, आपका समय खत्म हो गया, നിന്റെ സമയം തീർന്നുപോയി, परमेश्वर आपको प्यार नहीं करते, ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല, दुनिया में कोई भी आपको प्यार करने वाला है ആ नहीं. ലോകത്തിൽ നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല. ये सब शैतान बोलने वाला झूठों में, ഇതെല്ലാം പിശാച് പറയുന്ന കള്ളങ്ങളാണ്. वो झूठ का बाप है. അവൻ കള്ളത്തിന്റെ അപ്പനാണ്. उसका फैक्ट्री में हमेशा झूठ 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 बनाते हैं. അവന്റെ ഫാക്ടറിയിൽ എപ്പോഴും കള്ളങ്ങളാണ് ഉണ്ടാക്കുന്നത്. शैतान का फैक्ट्री में क्या होता है मालूम है? हमेशा नया 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 झूठ बनाते हैं പിശാചിന്റെ ഫാക്ടറിയിൽ എപ്പോഴും കള്ളങ്ങളാണ് और ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. आपका दिमाग के अंदर डाल देते അത് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ हैं. കൊണ്ടിടും. जब आप उस सोच को स्वीकार करेगा, നിങ്ങൾ ആ ചിന്തയെ, ആ തോട്ടിനെ നിങ്ങൾ റിസീവ് ചെയ്താല്, आप उस रीति में एक्ट करेगा, നിങ്ങൾ അതിനെ റെസ്പോണ്ട് ചെയ്താല് शैतान सक्सेसफुल हो जाएगा. പിശാച് സക്സസ് ആകും. तो जब शैतान सोच डालेगा, പിശാച് തോട്ട്സ് കൊണ്ട് വരുമ്പം
आपको क्या करना है? നിങ്ങൾ എന്തോ ചെയ്യണം? आपको फाइट बैक करना है, നിങ്ങൾ അതിനെ ഫൈറ്റ് ബാക്ക് റെസിസ്റ്റ് ചെയ്യണം. रेसिस्ट करना है. നിങ്ങൾ റെസിസ്റ്റ് ചെയ്യണം. कैसे रेसिस्ट करना है? എങ്ങനെ റെസിസ്റ്റ് ചെയ്യണം? हालेलुया. मैंने कल कहा ഞാൻ ഇന്നലെ പറഞ്ഞു. अन्य भाषा में प्रार्थना करने Amen. में एक बहुत Hallelujah. बड़ा सीक्रेट है. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിൽ ഒത്തിരി ഭയങ്കര ഒരു സീക്രട്ട് ഉണ്ട്. जब अन्य भाषा में बात करेगा, നിങ്ങൾ അന്യഭാഷയിൽ अपना സംസാരിക്കുമ്പോൾ बुद्धि ना तो माइंड ആമേൻ ഹല്ലേലൂയ നമ്മുടെ ബുദ്ധി काम नहीं करेगा. അബലമാകും. हेलो, ഹല്ലേലൂയ. when you കേൾക്കുന്നുണ്ടല്ലോ? speak in tongues, നിങ്ങൾ അന്യഭാഷയിൽ our സംസാരിക്കുമ്പോൾ mind, our analytical mind will not work. നമ്മുടെ അനലിറ്റിക്കൽ ആയിട്ടുള്ള മൈൻഡ് വർക്ക് When ചെയ്യത്തില്ല. you speak in tongues, your analytical mind is, hallelujah, taking rest. നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്ന സമയത്ത് അനലിറ്റിക്കൽ മൈൻഡ് വിശ്രമിക്കുകയാണ്. बुद्धि से और आत्मा में प्रार्थना करने का फर्क क्या है? ബുദ്ധി കൊണ്ടും ആത്മാവിലും പ്രാർത്ഥിക്കുന്നതിന് बुद्धि से വ്യത്യാസം प्रार्थना എന്താ? करने के लिए जाएगा तो ബുദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ പോയാൽ आपका एनालिटिकल माइंड कहेगा അനലിറ്റിക്കൽ മൈൻഡ് പറയും ऐसे मत प्रार्थना कर. ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട. सही है ना? क्योंकि एनालिटिकल माइंड एनालाइज करेगा കാരണം അനലിറ്റിക്കൽ മൈൻഡ് അനലൈസ് ചെയ്യും. कौन सा सही है, എന്ത് ശരിയാണ്, कौन सा गलत है. എന്ത് തെറ്റാണ്. तो एनालिटिकल माइंड आपको कहेगा नहीं नहीं नहीं, do not pray in that way. അനലിറ്റിക്കൽ മൈൻഡ് ഇങ്ങനെ പറയും ആ രീതിയിൽ That is not പ്രാർത്ഥിക്കേണ്ട. the will of God. അത് ദൈവത്തിന്റെ ഇഷ്ടം അല്ല. The analytical mind always intervene and try to stop your prayer. അനലിറ്റിക്കൽ മൈൻഡ് എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയെ ഇന്റർവീൻ You will ചെയ്തുകൊണ്ട് try to സ്റ്റോപ്പ് be ചെയ്യാൻ more ശ്രമിക്കും. sophisticated in your prayer. നാം നമ്മുടെ പ്രാർത്ഥനയിൽ വീണ്ടും നാം ഒത്തിരി ബുദ്ധിമുട്ടും. You will try to be more theologically correct in your prayer. നാം നമ്മുടെ പ്രാർത്ഥന ഒരുപാട് തിയോളജിക്കലി കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. सही है ना? ശരിയല്ലേ? क्योंकि आपका एनालिटिकल माइंड काम कर रहा है. കാരണം നമ്മുടെ അനലിറ്റിക്കൽ മൈൻഡ് ആണ് ഇവിടെ വർക്ക് शैतान ചെയ്യുന്നത്. आपका एनालिटिकल माइंड को उपयोग करेगा. പിശാച് അനലിറ്റിക്കൽ മൈൻഡിനെ യൂസ് ചെയ്യും. मन एक क्या है? बैटलफील्ड है. കാരണം നമ്മുടെ മനസ്സ് ഒരു ബാറ്റിൽ ഫീൽഡ് ആണ്. हेलो, सुन रहे हैं ना आप सभी ഹല്ലേലൂയ. लोग? थोड़ा सा मतलब अलग तरह का मैसेज है. ഇതൊരു വ്യത്യസ്തമായ कल प्रभु ने സന്ദേശമാണ്. मुझे सिखाया ഇന്നലെ ദൈവം എന്നെ പഠിപ്പിച്ചു. आपको मुझको ये एनालिटिकल माइंड, rational thinking कहां से मिला मालूम है? നിങ്ങളുടെ ഈ റാഷണൽ തിങ്കിങ് ഉള്ള മൈൻഡ് എവിടെ നിന്നാണ് വന്നത്? कहां से मिला? എവിടെന്നാ? बाइबल में दिया है, വചനത്തിലുണ്ട്, बताया है. എഴുതിയിട്ടുണ്ട്. rational thinking ना तो एनालिटिकल माइंड कहां से ഈ मिला? റാഷണൽ തിങ്കിങ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ മൈൻഡ് എവിടെ നിന്നാണ് നമുക്ക് വന്നത്? ദിവസം പറയുന്നത് വചൻ कहता है നന്മയും തിന്മയും ഡിസൈൻ ചെയ്യുന്നതാണ് അനലിറ്റിക്കൽ മൈൻഡ് അല്ലേ? भलाई और बुराई को परखना एनालिटिकल माइंड आनो? है कि नहीं? റാഷണൽ തിങ്കിങ് रैशनल थिंकिंग അതെവിടുന്നാ കിട്ടിയത്? वो कहाँ से मिला? സാത്താൻ വന്നിട്ട് ആദാമിനോട് ഹവ്വയോടും പറഞ്ഞു, शैतान ने आकर आदम और हवा से कहा ഈ പഴം കഴിച്ചാൽ ये फल अगर खाओगे तो നീ ദൈവത്തെ പോലാകും कि तू परमेश्वर जैसा हो എന്ന് जाएगा. പറഞ്ഞാൽ मतलब നന്മയും തിന്മയും തിരിച്ചറിയാൻ തുടങ്ങും. मतलब भलाई और बुराई को परखने लगेगा. അന്ന് മുതൽ അനലിറ്റിക്കൽ മൈൻഡ് അങ്ങ് ഓപ്പൺ ആയി. तब से लेकर एनालिटिकल माइंड അതെ, खुल गया. ഈ പറഞ്ഞ പരിപാടി ഇതാണോ ശരി അതാണോ ശരി? मतलब ये सही है कि ये सही है? ഹലോ, हालेलुया. ശരി കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലായിടത്തും അങ്ങ് ആളുകൾ പോവാ. आमीन. सही को खोजते हुए लोग हर जगह जाते हैं. ഹല്ലേലൂയ, Hallelujah. താങ്ക് യു ജീസസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? क्या आपने ഈ देखा है? ആദമും ഹവ്വയും ये आदम और ഏദനിൽ हवा एदन में പാപം ചെയ്യുന്നതിന് മുമ്പും पाप करने से पहले भी അവർ ദൈവത്തോട് കൂടിയായിരുന്നു നടന്നത്. वे परमेश्वर के साथ चलते थे. आमेन. They were in fellowship with God. वे परमेश्वर की संगति में थे. They were walking with God. वे परमेश्वर के संग चल They were रहे in थे. constant communication with God. वे निरंतर परमेश्वर के साथ वार्तालाप कर रहे थे. ശരിയല്ലേ? सही है ना? ഒരു സ്ക്രിപ്ചർ പോലും പറയുന്നില്ല एक भी आयत ऐसा Adam नहीं and Eve कहता always argued with God. कि आदम और ईव ने परमेश्वर से आर्ग्यू किया, But they walked with God. लेकिन वे हमेशा परमेश्वर के संग चलते थे. They had an harmonious fellowship with God. उनको परमेश्वर के साथ एक अच्छी संगति थी. ഒരു ഒട്ടും എന്താ പറഞ്ഞത്, കിട്ടില്ലാത്ത ഒട്ടും कंप्लेंट्स പ്രശ്നമില്ലാത്ത നല്ല ബന്ധവദൈവമായിട്ട് बिना शिकायतों का एक अच्छा तालमेल वाला एक अच्छा संबंध था उनका परमेश्वर के साथ. സഡൻ तुरंत ही ഈ പഴം തിന്നു, ये फल खाया, അനലിറ്റിക്കൽ മൈൻഡ് ഓപ്പൺ ആയി. एनालिटिकल माइंड ओपन हुआ. ദൈവം ആദമിന്റെ അവയുടെ ഇറങ്ങി വന്നു. परमेश्वर आदम और हवा के सामने आए. ദൈവം ആദത്തോട് ചോദിച്ചു, നീ തിന്നോടാ? परमेश्वर ने आदम से पूछा तू खाया क्या? ആദമിന്റെ അനലിറ്റിക്കൽ മൈൻഡ് ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. आदम का विश्लेषण व मन एक्टिव हो गया. ആദം റീസൺസ് പറയാൻ തുടങ്ങി. आदम जो है वो रीजंस बोलने നമ്മൾ लगा. അതിനെ വിളിക്കും റീസണിങ്. हम उसे कहते हैं रीजनिंग. ഇത് എവിടെ നിന്ന് കിട്ടിയതാ? ये भी कहाँ से मिला? ഈ പറഞ്ഞ
ഫോളിൽ നിന്ന് കിട്ടിയതാ. ये भी आदम के उस गिरने की वजह से मिली है. കേൾക്കുന്നുണ്ടോ? आप सुन रहे हो ना? റാഷണൽ തിങ്കിങ്, അനലിറ്റിക്കൽ മൈൻഡ് എല്ലാം ഫോളിൽ നിന്ന് കിട്ടിയതാ. ये सारे रैशनल थिंकिंग, विश्लेषण मन, ये सारी चीजें आदम के गिरने की वजह से मिली है. സ്മൂത്ത് ആയിട്ടുള്ള ബന്ധം. उसके पहले तक परमेश्वर के साथ बहुत ही स्मूथ, बहुत ही तालमेल संबंध था, लेकिन अब ऐसा नहीं है. ഇപ്പോ നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോഴും लेकिन अब हम जब परमेश्वर से बात करते हैं, ചോദിച്ചോണ്ടിരിക്കുക. हम ऐसे सवालें उठाते നമ്മൾ रहते हैं, റീസണിംഗ് हम रीजनिंग चलता रहता है. മക്കളെ, ഞാൻ ഈ പറയുന്നത് सही है ना मैं जो कह रहा हूँ? ഉയർത്താത്തത്? क्यों परमेश्वर मुझे क्यों नहीं उठा എന്നോട് रहा? മാത്രം ഇങ്ങനെ ചെയ്യുന്നത്? क्यों मुझसे ऐसे कर रहा है? അങ്ങനല്ലല്ലോ ആ ബ്രദറിനോട്. ऐसे नहीं है उस भाई के നിനക്ക് साथ എന്നോട് സ്നേഹമില്ല कि കർത്താവേ. परमेश्वर तू मुझसे प्रेम ഇതെല്ലാം नहीं എവിടുന്നാ करता വരുന്നത്? क्या? ये सारी बातें कहाँ You से know, आती the है? mind is your battlefield. हमारा मन हमारा मैदान की You are खलियान है. analyzing things in a different way. हम बातों को अलग अलग तरीके You से are एनालाइज analyzing करते हैं. things in an Adamic way. हम बातों को आदम के स्वभाव के समान ശ്രദ്ധിച്ച് परखने കേൾക്കണം. लगते ശ്രദ്ധിച്ച്, हैं. നല്ല ഡീപ്പ് വചനമാണ്. ध्यान से You are सुने. analyzing things in an Adamic way. हम हर बातों को आदम की You तरह are हम reasoning- सोचने लगते You are हैं. reasoning by the capacity of a fallen man. हम एक मनुष्य के समान हम चीजों को समझने लगते हैं. Hello. हालेलुया. Thank you, Holy Spirit. ശഖനാരം തനിരകതിൽ കടകർഷതനി. ശരിയല്ലേ? सही है ना? നമ്മുടെ ഹൃദയം എങ്ങനെ ഇപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു? हमारा हृदय भी कैसे काम कर रहा है? ഒരു fallen manന്റെ മനസ്സല്ലേ? एक गिरा हुआ मनुष्य का मन है. ഇരമ്യാവിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയത്. ഇരമ്യാവിനെ കുറിച്ച്. इरमिया के बारे में कहूंगा, मैंने कहा था. ഇരമ്യാവിന്റെ പുസ്തകത്തിലെ ചില പ്രധാന ശബ്ദങ്ങളുണ്ട് കേട്ടോ. इरमिया की पुस्तक के कुछ खास शब्द इस ഇരമ്യാവ് प्रकार. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് why. इरमिया का सवालों में सबसे एक हमेशा पूछने वाला सवाल था, Why this is क्यों? happening with me? क्यों मेरे साथ ऐसा हो रहा है? ഇരമ്യാവ് 12 എന്നുള്ള വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തത്. पिछले दिन हमने इरमिया 12 का लिया था. കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ തളർന്നു പോയാൽ കുതിരപ്പടയോട് കുതിരകളോട് കൂടെ നീ എങ്ങനെ ഓടും? अगर तू मनुष्यों के साथ दौड़कर अगर थक गया तो तू घोड़ों के साथ कैसे ഇങ്ങനെ दौड़ेगा? ദൈവം ഇരമ്യാവിനോട് പറയാനുള്ള കാരണം എന്താ? परमेश्वर क्यों इरमिया से ऐसा कहता है? ആ ചാപ്റ്റർ 12ന്റെ ആദ്യത്തെ വാക്യങ്ങൾ നോക്കുമ്പോൾ चैप्टर 12 के पहले आयतों में अगर देखेंगे तो അവിടെ എഴുതിയിരിക്കുന്നത് वहां पर जो लिखा है, ഇരമ്യാവ് ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുക. इरमिया कुछ बातें परमेश्वर से पूछता है. എന്താ ചോദ്യം? क्या पूछ रहा है? Why are those who deal in deceit at ease and thriving? Hallelujah. പാപം ചെയ്യുന്നവർ, ദുഷ്ടത ചെയ്യുന്നവർ ഇങ്ങനെ അങ്ങ് വളരുകയാണല്ലോ കർത്താവേ. वो पूछता है परमेश्वर दुष्टों किसी चाल क्यों चलता है? നമ്മൾ അങ്ങനെ പറയുന്നത്. पाप करने वाले तो बहुत ही बढ़ते जा रहे ഒരു हैं. കുഴപ്പമില്ല. वो पाप करने वालों के जीवन में कुछ दिक्कत ही नहीं है. നീ അവരെ നട്ടു, तूने उन्हें लगाया, അവര് വേര് പിടിച്ചു, वे जड़ पकड़े അവര് വളർന്നു, और वे बढ़े ഇങ്ങനെ ഫലം കായ്ച്ചു നിൽക്കുക. और वे फल रहे हैं अभी. അവര് കപടഭക്തിക്കാരാ. वे कपट भक्ति वाले लोग हैं. അവരുടെ ഹൃദയത്തിലൊന്നും നീയില്ല. उनके हृदय के अंदर परमेश्वर है नहीं. കർത്താവ് പക്ഷെ നിനക്ക് എന്നെ അറിയാം. लेकिन परमेश्वर तू तो मुझे जानता है. You understand my devotion to you. तू मेरा मन देखता है. You see me. तू मुझे देखता है. And you examine the attitude of my heart towards you. और तू मेरे मन को परखता है कि मेरा हृदय तेरे साथ कैसा കർത്താവേ, है. ഞാൻ എങ്ങനെ വിശ്വസ്തമായിട്ട് ജീവിക്കുന്നത്? परमेश्वर मैं कैसा विश्वासयोग्य बनकर जी रहा हूँ, പക്ഷെ എനിക്ക് മാത്രം ഒരു സ്വസ്ഥതയുമില്ല. लेकिन मेरे जीवन में शांति नहीं है, अनुग्रह नहीं है. എല്ലാവരും ഒന്ന് കേട്ടോടെ. सब लोग ध्यान से सुने. Why? क्यों? ഇത് ആരാ ചോദിക്കുന്നത്? ये कौन पूछ रहा है? നമ്മുടെ ഈ അനലിറ്റിക്കൽ മൈൻഡ് കേട്ടോ. हमारा एनालिटिकल माइंड Compare है. ourselves with other people. हम क्या दूसरों से अपने तुलना करते हैं? നമ്മൾ അവരോട് തുലന കമ്പയർ ചെയ്തിട്ട് പറയും കർത്താവേ അങ്ങനെയൊന്നും എനിക്കില്ലല്ലോ കർത്താവേ. क्या हम अपने आप को दूसरे से तुलना करके बोलते कि परमेश्वर मेरे अंदर तो ऐसा कुछ है नहीं? പകൽക്കാലം പരിശുദ്ധാത്മാ പറയാ, तो आज पवित्र आत्मा आपसे कहता है, ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴിൽ താണിരി. आमीन. परमेश्वर के भुज बल के अधीन समर्पित रहो. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും. उचित समय पर वो आपको उठाएगा, അവൻ നിങ്ങളെ പണിയും. वो आपको बनाएगा. ഒറിജിനൽ പ്ലാനിലേക്ക് കൊണ്ടുവരും. ओरिजिनल प्लान में परमेश्वर आपको लेकर आएगा. വൈ എന്ന ചോദ്യം. क्यों? एक ऐसा सवाल. രണ്ടാമത് ഇരമ്യാവിന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. दूसरा इरमिया का एक खास सवाल है. വിലാപങ്ങളുടെ പുസ്തകത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ विलाप गीत के पुस्तक के पहले ആ ചോദ്യം अध्यायों ഉണ്ടെന്നാ എൻ്റെ पर ഓർമ്മ. मुझे ऐसा लगता है कि उसमें सवाल है. ചാപ്റ്റർ 1 വേഴ്സ് 1. विलाप गीत पहला अध्याय उसका पहला, അവിടെ ചോദിക്കുന്ന ചോദ്യം, वहां पर ऐसे पूछते हैं. ഹല്ലേലൂയ, അവിടെ ഹൗ എന്ന ചോദ്യമാണ്. वहां पर कैसे, എങ്ങനെ, कैसे ऐसे हो गया, അല്ലെങ്കിൽ എത്രത്തോളം, नहीं तो How कब long? तक, कब तक, ഇത് എത്ര നാൾ ഞാൻ ഇത് സഹിക്കണം मुझे ये കർത്താവേ? कब तक सहना पड़ेगा? ഇതെല്ലാം നമ്മുടെ അനലിറ്റിക്കൽ മൈൻഡ്. ये सब हमारा एनालिटिकल നമ്മുടെ माइंड है. പരാതികളും
हमारा शिकायतें, कुशुमों गुन्नाइयों, हमारी जेलसी स्वभाव सब, ये सब अपना एनालिटिकल माइंड से ये सब हमारा നമ്മുടെ എല്ലാ അനലിറ്റിക്കൽ അപ്പോൾ മൈൻഡിൽ നമ്മൾ ആ നിന്നാണ്. ലെവലിൽ നിന്നാൽ अगर हम उसी स्तर पर खड़े അങ്ങനെ रहे, ഫൈറ്റ് ചെയ്താൽ हम अगर वैसा युद्ध we लड़े cannot resist devil. तो हम उन्हें रेसिस्ट नहीं അപ്പോൾ कर നമുക്ക് എന്ത് सकते. ചെയ്യണം? तो हमें क्या करना നമ്മുടെ है? അനലിറ്റിക്കൽ മൈൻഡിനെ സ്വിച്ച് ഓഫ് ചെയ്യണം. तो हमें एनालिटिकल माइंड को स्विच ऑफ നമ്മുടെ करना है. റീസണിങ് അവിടെ നിർത്തണം. हमारे रीजनिंग को हमें बंद करना है. ബുദ്ധി കൊണ്ടുള്ളത് നിർത്തിയിട്ട് बुद्धि से जो हमारे कामों को हमें रोक कर ആത്മാവിൽ നീ പ്രാർത്ഥിക്കണം. आत्मा में हमें प्रार्थना When you करना है. speak in tongues, जब आप अन्य भाषा में प्रार्थना giving करोगे, rest to your analytical mind. आमेन, तो आपका जो मन है, एनालिटिकल माइंड है, वो Even you विश्राम do not लेगा. understand what you are talking. इवन आपको ये पता नहीं है कि आप क्या बात कर रहे Your हो. analytical mind is not interrupting. तो आपका एनालिटिकल माइंड आपको रोक नहीं But your रहा है. spirit is helping you to pray in the right way. आपकी आत्मा आपको सही तरीके से प्रार्थना करने में सहायता करती है. പിശാച് ഫ്ലഷിലാ നിനക്കെതിരെ ആയുധം ഉപയോഗിച്ചത്. शैतान फ्लैश में आपके खिलाफ നീ में തിരിച്ച് हथियार ഫ്ലഷിലല്ല बनाया ഇപ്പോൾ था, റെസിസ്റ്റ് तो ചെയ്യുന്നത്. आप वापस फ्लैश में रेसिस्ट नहीं कर रहे എങ്ങനെ हो. resist ചെയ്യുന്നത്? आप कैसे उसे रोक रहे हो? ആത്മാവിലാ resist ചെയ്യുന്നത്. आप आत्मा में उसे रोकने लगे हो. ഓ നീ Amen. അന്യഭാഷ പറയാൻ തുടങ്ങി. मैं अन्य भाषा बोलने लग गया. ഓ മൽഖേ ലാബ ശകന നീ അന്യഭാഷ പറയാൻ തുടങ്ങി. आप अन्य भाषा बोलने लग നിന്റെ गए. അന്യഭാഷ ഫൈറ്റ് आप ചെയ്തുകൊണ്ടിരിക്കുക. अन्य भाषा में युद्धों को നിന്റെ करने അന്യഭാഷ लगे. സ്വർഗ്ഗവുമായി आप സംസാരിച്ചുകൊണ്ടിരിക്കുക. अन्य भाषा से स्वर्ग से बात करने लगे. വിശ്വലോകത്തിൽ നിനക്ക് ഒന്നും സംഭവിക്കുന്നത് കാണുന്നില്ല. भौतिक मंडली में आपको कुछ दिख नहीं But in the रहा, spiritual realm, लेकिन आत्मिक मंडली में something is happening there. कुछ वहां पर हो रही You are है. resisting your enemy. आप आपके शैतान को रोक रहे हैं. സാത്താന്യ ശക്തികൾ കീഴടങ്ങിയ शैतान की शक्तियां ये वहां अन्य पर भाषा हार में जो जाते प्रार्थिക്കുമ്പോൾ, हैं. जब आप अन्य भाषा में प्रार्थना ആ करते നിന്റെ हैं, മനസ്സിലിട്ട ചിന്തകളുടെ മേൽ आपके मन में डाला हुआ हर നീ चिंता നിന്റെ के ऊपर മനസ്സുകൊണ്ടല്ല റെസിസ്റ്റ് ചെയ്യുന്നത്. आप मन से नहीं നീ रोक रहे ആത്മാവിൽ हो. ആരാധിച്ച് ജയമെടുക്കുക. आप आत्मा में आराधना करके जीत रहे हो. ഇമാജിൻ ചെയ്തേ, आप जरा संकल्प ഹൃദയത്തിൽ कीजिए, ഇങ്ങനെ ചിന്തകൾ സാത്താൻ കൊണ്ടിടുമ്പോ जब आपके मन में शैतान कुछ चिंताएं लेकर आती है, speak in tongues. आप अन्य भाषा बोलने लग जाओ. അതിന് Amen. ചാടി തുള്ളണമെന്നൊന്നുമില്ല. तो वहां पर कूदना अगर जरूरी नहीं वल्लपोഴും है, ഉണ്ടാകും. वो कभी कभी होता ഒരു है മാനിഫെസ്റ്റേഷനും ഇല്ലാതെ बिना कुछ मैनिफेस्टेशन का. അധരങ്ങൾ ഇങ്ങനെ ചലിച്ചുകൊണ്ട് നിങ്ങൾക്ക് അന്യഭാഷ Amen. പറയാം. आपके होठ को हिलाते हुए आप अन्य भाषा बोल सकते हो. യൂദയുടെ പുസ്തകം 20-ാമത്തെ വാക്യം എന്താ പറയുന്നത് അറിയാം? यूदा के पुस्तक 20वां आयत में क्या कहा है? കാണിച്ചേ, യൂദ 20 കാണിച്ചേ. യൂദയ്ക്ക് ഒരു അധ്യായമേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് അധ്യായം പറയേണ്ട കാര്യമില്ല. യൂദ 1-ാം അധ്യായം 20वां 20-ാം आयत വാക്യം. 20. ഹല്ലേലൂയ. അവിടെ പറയുന്നത് वहां पर ऐसे कहा है വളർച്ചയെ കുറിച്ചാ. बढ़ोतरी के बारे में. നാം എങ്ങനെ പണിയപ്പെടണം എന്നുള്ളത്, ചൂട് എങ്ങനെ പണിയപ്പെടണം എന്നുള്ളതാ हमें कैसा बनना है करके. അവിടെ Amen. എഴുതിയിരിക്കുന്നത്. वहां पर ये लिखा है. ഹല്ലേലൂയ, ഹല്ലേലൂയ. Pray in the Holy Spirit. आत्मा में प्रार्थना करो. Rise like an edifice higher and higher. Pray in the Holy Spirit. पवित्र विश्वास में उन्नति करते रहो और पवित्र आत्मा में प्रार्थना करते रहो. നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? हमें कैसा प्रार्थना करना है? ആത്മാവിൽ പ്രാർത്ഥിക്കണം. आत्मा में प्रार्थना करना है. ആത്മാവിൽ പ്രാർത്ഥിക്കണം. Amen. Hallelujah. Pray in the Holy Spirit. ആശക. O Rabba Shadal Khamana Baraba. Ishveri Khamana Baraba Shadal Khamane. Build yourself. अपने आप को बनाओ. Build yourself. तुम अपने आप को बनाओ. എങ്ങനെ ബിൽഡ് ചെയ്യണം? कैसे हमें अपने आप को बनाना है? 1. पहला पॉइंट, Holy faith. पवित्र विश्वास में. Other side. दूसरी तरफ Holy Spirit. पवित्र आत्मा में. Hello, Amen. are you listening me? क्या आप सुन रहे हो? ഇന്നലെ കർത്താവിന്റെ ദാസന്മാർ ആരോ ഒരാൾ ഇവിടെ പറഞ്ഞു, കൽ നമ്മുടെ രണ്ട് ചിറകുകൾ അല്ലേ? വന്ന പാസ്റ്റർ, രണ്ട് ചിറകുകൾ. कल जो आए थे वो पास लोग ने कहा कि 2 पंख. നിങ്ങൾ ഈഗിളിനെ പോലെ ആകണം എന്ന് ഞാനും ഇന്നലെ പറഞ്ഞു. मैंने भी कल कहा कि आपको उकाब के समान बनना है. ഉക്കാബിന്റെ ഗുണം എന്താ? उकाब की खासियत क्या है? ഉക്കാബിന്റെ ശത്രു उकाब का शैतान कोई शत्रु कीड़ा मकोड़ा नहीं है. छोटा मोटा कीड़ा मकोड़ा अल्ल. उकाब डायरेक्ट स्नेक से फाइट करते हैं. കഴുകൻ ഡയറക്റ്റ് സ്നേക്കിനോടാണ് യുദ്ധം ചെയ്യുന്നത്. കോബ്ര, കോബ്ര, മൂർഖൻ പാമ്പ് മൂർഖൻ ഇങ്ങനെ പാമ്പ് തലയൊക്കെ പൊക്കി നിൽക്കുക. ऐसे सर उठाकर खड़ा है. ഒരു 5 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന്
5 किलोमीटर ऊपर से ഉക്കാബിന്റെ ഭയങ്കര കണ്ണാ കേട്ടോ. कड़गन ഇങ്ങനെ उकाब का आंखें बहुत താഴെ तेज കിടക്കുന്ന है. ഒരു മുട്ടുസൂചി അതിന് കാണാം 5 കിലോമീറ്റർ ദൂരത്ത്. ऐसे बोलते हैं कि 5 किलोमीटर दूरी से भी नीचे पड़ा हुआ एक പുള്ളിക്ക് छोटा चीज उसको മാഗ്നിഫൈങ് दिखता है. ഗ്ലാസ് ഒന്നും വേണ്ട, അതുപോലെ അവന്റെ കണ്ണ്. उसको मैग्नीफाइंग ग्लास की जरूरत नहीं है, वैसे उसकी आंखें हैं. മേളിൽ നിന്ന് ഒരൊറ്റ നോട്ടാ. ऊपर से वो देखता है. അപ്പൊ തല പൊക്കി നിൽക്കുന്നു. अभी सर उठाकर खड़ा है. ഇങ്ങനെ ടാർഗറ്റ് സെറ്റ് ചെയ്യും. वो टारगेट सेट करता है എന്നിട്ട് ഒരൊറ്റ വരവാ. और ऊपर से नीचे तुरंत തലയിലോട്ട് ഒരു आता है. പിടുത്തം പിടിച്ചു പോക്കി ഒരു ഒറ്റ Amen. പോക്കാണ്. उसके सर को पकड़कर वो लेके जाता है. ഹല്ലേലൂയ. हालेलुया. താങ്ക് യു ജീസസ്. ചെറിയ പുഴുവിനെ ഒന്നുമല്ല പറക്കുന്നത് കേട്ടോ. छोटा कीड़ा मकोड़े को नहीं वो उठाता है. നല്ല പാമ്പിന്റെ തലയെ നോക്കിയാ. आमेन. अच्छे से अब सर्प का सर पकड़कर उठाता है. താങ്ക് യു ജീസസ്. ഞാൻ ഇന്നലെ പറഞ്ഞു, कल मैंने कहा ഈ ഫുഡ് സൈക്കിൾ ഫുഡ് ചെയിനില് फूड चेन में ഏറ്റവും ടോപ്പിൽ ആരാണ്? सबसे टॉप पे कौन है? ഏറ്റവും ടോപ്പിൽ ആരാണ്? सबसे टॉप में कौन है? ഈഗിളാ. ईगल है. അതിന്റെ താഴെ ആരാ? उसके नीचे कौन है? പാമ്പാണ്. सांप है. പാമ്പിന്റെ തലയ്ക്ക് പിടിക്കാൻ ഈഗിൾ മേളിൽ ഇരിപ്പുണ്ട്. आमेन. सांप के सर को पकड़ने के लिए ईगल ऊपर है. ഫുഡ് ചെയിനിൽ ഈഗിളിന്റെ തലയ്ക്ക് പിടിക്കുന്ന ഒരുത്തിനെ അവിടെ കാണുന്നില്ല. आमेन. लेकिन फूड चेन में ईगल के सर पकड़ने वाला कोई वहां दिख नहीं रहा. അതുകൊണ്ട് വേദോസം നമ്മളോട് പറയുന്നത് इसीलिए वचन हमसे യഹോവയെ कहता है, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. आमेन, जो परमेश्वर की बात जोता है वो शक्ति को नया बल प्राप्त करता है. കഴുകനെ പോലെ वो ചിറകടിച്ച് उकाब के समान पंख फैलाकर वो उठता है. നീ ഒരു 3 വർഷം ദൈവസന്നിധിയിൽ ഇരുന്നാൽ, आप अगर 3 साल अगर ഒരു परमेश्वर की 3.5 വർഷം उपस्थिति में बैठ ഏലിയാവിനെ जाए, പോലെ അപ്പർ റൂമിൽ ഇരുന്നാൽ, अगर 3.5 साल अगर एलिया के समान आप മോശയെ रूम पर പോലെ बैठा ഒളിവിടത്തിൽ നീ रहे, ഒന്ന് അടങ്ങിയിരുന്നാൽ, अगर मूसा के समान आप जरा छुप कर നീ बैठा കാത്തിരുന്നാൽ, रहे, आमेन, आप जरा इंतजार करता रहे, രണ്ട് ചിറകിന് വലിയ आमेन, ശക്തിയാണ്. हालेलुया, आप पंखों को फैलाकर आप उड़ने लगोगे. നിങ്ങളൊന്ന് ഒന്ന് നോക്കിക്കേ. आमेन. आप जरा ऐसे करके You're going to देखिए. soar like an eagle. हालेलुया. मैं उकाब के समान You're going to उड़ूंगा. soar up like an eagle. मैं उकाब के समान उड़ूंगा. മലയാളത്തിൽ പാട്ടുണ്ട്, പറവ പോലെ പറന്നു പറന്നു. പാട്ടറിയാം മക്കളെ? അറിയില്ല? ഹല്ലേലൂയ. എങ്ങനെ പറവ പോലെ? कैसे हम गीत में गाते हैं कि हम उकाब के समान अपने पंखों को फैलाकर സാധാരണ उठेंगे. പറവയൊന്നുമല്ല കേട്ടോ. കഴുകൻ പോലെ പറന്നു പറന്നു. എങ്ങനെ? उकाब के समान हम उड़ते उड़ते खड़कने പോലെ. उड़ते. उकाब के समान. ഞാൻ ഈ യൂദ 1:20 വെച്ച് പറയുക. मैं ये जूड 1 के 20 से बोलता രണ്ട് हूँ. ചിറകുകളെ കുറിച്ച്. 2 पंख के बारे ഒരു में. ചിറക് ഹോളി ഫെയ്ത്ത്. आमेन. एक आमेन, हालेलुया. एक पंख आपका अति पवित्र मत्ते चरण विश्वास Holy है. Spirit ആണ്. दूसरा आपका अति നീ पवित्र ദൈവസന്നിധിയിൽ आत्मा है. ഇരിക്കുമ്പോൾ आप जब परमेश्वर की उपस्थिति में बैठोगे, നിന്റെ ഒരു സൈഡിൽ ഫെയ്ത്ത് അങ്ങ് കൂടും. आमेन, आपका एक तरफ अति അപ്പോൾ നീ पवित्र विश्वास. ഫെയ്ത്തിലൊന്ന് എന്ത് ചെയ്യും? आमेन, ഫെയ്ത്തിലൊന്ന് आमेन, ആക്ടിവേറ്റ് ആകും. आप विश्वास में वो एक्टिवेट होने लगेगा. ഒന്ന് ഫെയ്ത്തിൽ ആക്ടിവേറ്റ് ആയിട്ട് एक आपका जब फेथ നിന്റെ में ചിറകിനെ एक्टिवेट ഒന്ന് ചലിപ്പിച്ചു होगा, തുടങ്ങിക്കാട്ടെ. आप आपके पंखों को जरा हिलाने लगे. ഫെയ്ത്തിൽ आमेन. ഇവിടെ ആക്ടിവേറ്റ് ആയിട്ട് एक तरफ विश्वास एक्टिवेट ഇങ്ങേപ്പുറത്ത്, दूसरे तरफ में ഇങ്ങേപ്പുറത്ത് दूसरे तरफ में ആത്മാവിൽ ഒന്ന് ആക്ടിവേറ്റ് ആയിക്കട്ടെ. Amen. पवित्र आत्मा में जरा एक्टिवेट होने ഇത് लगे. രണ്ട് മണ്ഡലമാ കേട്ടോ. ये दोनों 2 मंडली है. ഫെയ്ത്തിൽ ആക്ടിവേറ്റ് ആകാൻ फेथ में एक्टिव होने की, നിന്റെ विश्वास മൈൻഡിന്റെ में ആവശ്യമുണ്ട്. आपके मन की जरूरत हेलो. है. आमेन, കേട്ടോ? हालेलुया. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. हृदय से विश्वास करना മൈൻഡിന്റെ पड़ेगा. ആവശ്യമുണ്ട്. तो आपके मन की जरूरत है. ആത്മാവിൽ ആക്ടിവേറ്റ് ആകാൻ आत्मा में एक्टिवेट होने के മൈൻഡിന്റെ ആവശ്യമില്ല. लिए मन की जरूरत അപ്പോൾ नहीं നിന്റെ है. അനലിറ്റിക്കൽ മൈൻഡ് तो आपका जो एनालिटिकल माइंड है കംപ്ലീറ്റ്ലി സറണ്ടർ ആയിട്ട് പറഞ്ഞു, वो पूरे समर्पित करके ഞാനിത് कहता है വിശ്വസിക്കുക. मैं विश्वास करता हूँ. മറുഭാഗത്ത് दूसरे तरफ में അനലിറ്റിക്കൽ മൈൻഡ് റെസ്റ്റ് എടുത്തിട്ട് പറഞ്ഞു, एनालिटिकल माइंड now Holy Spirit is going to take control. हमें पवित्र आत्मा पूरा नियंत्रण ले रहा है. ഫെയ്ത്തും Amen. ഹോളി സ്പിരിറ്റും തമ്മിലുള്ള ബന്ധം ये है विश्वास और पवित्र आत्मा के बीच का संबंध. ഒരു സൈഡിൽ एक तरफ അനലിറ്റിക്കൽ മൈൻഡ് സറണ്ടർ ആകുന്നു. एनालिटिकल माइंड जो है वो सरेंडर कर रही है, समर्पित हो Faith. रही है. विश्वास ഫെയ്ത്ത് विश्वास ബുദ്ധിക്ക് ഒതുങ്ങാത്ത കാര്യങ്ങൾ Amen. മനസ്സ് വിശ്വസിച്ചിട്ട് പറയുക. जो हमारे समझ में, हमारे बुद्धि में विश्वास नहीं कर पाएंगे, ऐसी बातें भी साध्य विश्वास में, करके एल्लाम बोल रहा साध्य है में। कि सब कुछ संभव है. യേശുവൻ കൂടെയുള്ളതാ. मेरा यीशु ആണോ? मेरे साथ है. ആണോ? है कि नहीं? ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെ ഉള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല, ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമ മധ്യേ
എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങൾ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശു എൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശു എൻ കൂടെയുള്ളതാ. എല്ലാം സാധ്യമേ എൻ യേശു എൻ കൂടെയുള്ളതാ. हालेलुया। ഇത് ബുദ്ധിക്ക് ഒതുങ്ങത്തില്ല. ये हमारे बुद्धि में नहीं आती है। റാഷണൽ തിങ്കിങ് സറണ്ടർ ചെയ്തു. रैशनल थिंकिंग को सरेंडर करना है, Analytical समर्पित mind करना है, surrender एनालिटिकल माइंड को समर्पित करना है। ഫെയ്ത്ത് वहां पर विश्वास, അവിടെ ഫെയ്ത്ത് കിരീടം വെച്ചു. वहां पर विश्वास ने मुकुट रख लिया। ഫെയ്ത്ത് आमेन। ചലിക്കാൻ തുടങ്ങി. फेथ चलने ഇന്ന് लगा। പകൽക്കാലം ചിലരുടെ ഫെയ്ത്ത് ചലിക്കാൻ തുടങ്ങി. आमेन। आज के इस दिन किसी के जीवन के अंदर विश्वास आमेन एक्टिव होने लगे। ഫെയ്ത്ത് ചലിക്കാൻ തുടങ്ങട്ടെ. आमेन। आपका विश्वास सक्रिय होने लगे। ചിലരുടെ ഫെയ്ത്ത് ചലിക്കാൻ തുടങ്ങട്ടെ. आज के इस दिन किसी के जीवन में फेथ एक्टिव होने लगे। വെച്ചോണ്ട് डॉक्टर ने जो बातों को कहा, അനലിറ്റിക്കൽ മൈൻഡ് പറയും आपका एनालिटिकल माइंड कहेगा സംഭവിക്കത്തുള്ളൂ. कि आपको यही होगा, പക്ഷെ ഫെയ്ത്ത് പറയും लेकिन विश्वास कहेगा എല്ലാം സാധ്യമാണ്. सब कुछ संभव है। അതീതമാകുന്ന അത്ഭുതങ്ങൾ हमारे बुद्धि के जो बड़े हैं, परे हैं, वो अद्भुत बातें ചെയ്യാൻ പോവുക. वो मेरा परमेश्वर करने जा रहा है। ചലിക്കാൻ തുടങ്ങി കേട്ടോ. एक पंख चलने लगा। ഫെയ്ത്തിന്റെ ചിറക് ചലിക്കാൻ തുടങ്ങി आपका കേട്ടോ. विश्वास की पंख चलने लगी। ഫെയ്ത്തിന്റെ ചിറക് ഒരിടത്ത് ചലിച്ചപ്പോൾ आपका विश्वास का पंख एक तरफ जब चलने लगेगा, दूसरे तरफ നീ में നിന്റെ മനസ്സിനോട് പറഞ്ഞു अपने मन से कहा ശാന്തമാക, शांत हो जा, ഉറങ്ങിക്കോ കേട്ടോ, शांत हो ഉറങ്ങിക്കോ जा, കേട്ടോ. सो जा, Take rest. टेक रेस्ट। ഇനി ടെൻഷൻ ഒന്നും അടിക്കണ്ട. अभी टेंशन मत लेना। നിങ്ങളുടെ മനസ്സിനെ ഒന്ന് തട്ടിയിട്ട് പറയും आपके मन को जरा बोलो कि शांत हो जाओ, ടെൻഷൻ ആകണ്ട. टेंस्ड मत हो। എന്നിട്ട് എന്ത് ചെയ്യണം? और क्या करना है? എന്നിട്ട് ആത്മാവിൽ സംസാരിക്കാൻ തുടങ്ങണം. और आत्मा में बात करने लगो। പരിശുദ്ധാത്മാവിൽ Amen। അന്യഭാഷയിൽ. पवित्र आत्मा में अन्य അടുത്ത भाषा में। ചിറകൻ ചലിക്കുക. अगला पंख भी अभी चल रही നിങ്ങൾ है। ഉയരാൻ പോകുക. आप उठने जा വലത്തെ रहे हो। ചിറകൻ ചലിച്ചു. इधर का ये एक ഇടത്തെ तरफ ചിറകൻ का ചലിച്ചു. पंख हिला, अब यहाँ के पंख भी നിങ്ങൾ हिल गए। പ്രോഗ്രസ് ആകാൻ പോകുക. आप बढ़ोतरी प्राप्त നിങ്ങൾ करने जा ഉയരാൻ रहे പോകുക. हो। आप उठने जा रहे അശഖന, हो। രാംധന, രഗതൽ വിശ്വാസത്തിൽ ചലിക്കുന്നവരെ ഞാൻ കാണുന്നു. विश्वास में चलने वालों को मैं देख रहा ആത്മാവിൽ हूँ। ചലിക്കുന്നവരെ ഞാൻ കാണുന്നു. आत्मा में चलने वालों को मैं देख റാഷണൽ रहा തിങ്കിങ്ങിന് हूँ। അനലിറ്റിക്കൽ മൈൻഡിനെ ക്രൂശിച്ചുകൊണ്ട് रैशनल सोच को, एनालिटिकल मन को क्रूशित करते हुए, ക്രൂശിച്ചുകൊണ്ട് उसको क्रूशित कर അതിന് देते റെസ്റ്റ് हुए, കൊടുത്തുകൊണ്ട് उसको विश्राम देते ഫെയ്ത്തിലും हुए ആത്മാവിലും ചലിക്കുന്ന ഒരു തലമുറ Amen. എഴുന്നേറ്റ് വരട്ടെ. विश्वास और आत्मा में चलने वाली एक पीढ़ी उठ खड़े होने दे। കരകളെ ശക്തമായി അടിച്ചു കർത്താവിനെ സ്തുതിച്ചാട്ടെ. शदल खमना അല്പസമയങ്ങൾ അന്യഭാഷയിൽ ओ थोड़ी देर अन्य भाषा में इसे प्राप्त कर ले। ओ री खमना वरवा शदल खमना वरवा री भवना वरवा ഒന്ന് शदल। പത്രോസ് 5:9. पहला पत्रोस 5 का 10। Resist the devil. शत्रु को आप रोको, शैतान को क्या करना है? पिशाच रहने देना। No. Resist the devil. अब सामना करो, उसे रोको। Standing firm in the faith. വിശ്വാസ് में दृढ़ खड़े होकर कैसे खड़ा रहना है? നമുക്ക് എങ്ങനെ നിലനിൽക്കേണ്ടത്? विश्वास में. വിശ്വാസത്തിൽ നിൽക്കണം, बुद्धि में नहीं. ബുദ്ധിയിലല്ല. बुद्धि हमेशा नेगेटिव बात कहेगा. ബുദ്ധി എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ പറയും. बुद्धि कहेगा ബുദ്ധി പറയും, अरे इस बीमारी से कितना लोग मरा है मालूम है? ഈ രോഗത്താൽ എത്ര പേര് മരിച്ചു നിങ്ങൾക്ക് അറിയാമോ? बुद्धि कहेगा तेरा जीवन में क्या क्या बीमारी है जानते हैं? ബുദ്ധി പറയും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ രോഗമുണ്ടെന്ന് നിങ്ങൾക്ക് बुद्धि അറിയാമോ? कहेगा तेरा उम्र बहुत ज्यादा हो गया ना. ബുദ്ധി പറഞ്ഞ പ്രായം ഒത്തിരി ആയില്ലേ? ഹല്ലേലൂയ. बुद्धि कहेगा you are a failure. ബുദ്ധി പറയും നീ ഒരു പരാജിതനാണ്. नहीं. उसको सरेंडर करो. ആ ബുദ്ധി മണ്ഡലങ്ങൾ നിങ്ങൾ സറണ്ടർ ചെയ്യുക, उसको सरेंडर करो. അതിനെ സറണ്ടർ ചെയ്ത് കളാം. आप ऐसे कितने लोग आपका बुद्धि जो बोलते हैं उस बात को क्रूशित करके Amen. सरेंडर करने के Amen. लिए तैयार है. നിങ്ങളിൽ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം നിങ്ങൾ ബുദ്ധി പറയുന്ന കാര്യങ്ങളെ ഒന്ന് ക്രൂസിഫൈ ചെയ്തുകൊണ്ട് സറണ്ടർ ചെയ്യാൻ നിങ്ങൾ തയ്യാറാ? നിങ്ങളുടെ ചിന്തകളെ ക്രൂശിക്കാൻ പറ്റണം. आपकी चिंताओं को क्रूशित करने पाए, അതിനെ സറണ്ടർ ചെയ്യണം. उसको सरेंडर करना है। ഫെയ്ത്ത് വളർന്നു വരണം. आमेन। वहां पर आपका विश्वास बढ़ना है, ഫെയ്ത്ത് വളർന്നു വരണം. आपका विश्वास बढ़ना है। ഓ ശഖനാന പിശാചിനെ എതിർക്ക്. शैतान को रोको। ओ रबा നമ്മൾ ഈ പലരെയും പിശാച് തകർക്കുന്നതിന് കാരണം എന്താണെന്നറിയാം? हमें
में से कईयों को शैतान क्यों हरा देता നമ്മൾ है? പിശാചിനെ എതിർക്കത്തില്ല. क्योंकि हम शैतान का सामना करते ही നമുക്ക് नहीं है। പിശാചിനെ ഭയങ്കര പേടിയാ. हम शैतान से डरते हैं। പിശാചിനെ പേടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ऐसा कोई है जो शैतान से डरता नहीं है? എല്ലാവർക്കും ഭയങ്കര പേടിയാ. എല്ലാവർക്കും പേടിയാ. सबको डर लगता ഞാൻ है। കഴിഞ്ഞ ഒരു 3 ആഴ്ച 4 ആഴ്ച മുമ്പ് 3-4 हफ्ते पहले ഒരു അൺയൂഷ്വൽ വിഷൻ കണ്ടു. एक अनयूजुअल दर्शन मैंने देखा। ഉറക്കത്തിലല്ല, नींद में नहीं, പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ചിരിക്കുമ്പോഴല്ല, प्रार्थना में आंख बंद करते समय, തുറന്നിരിക്കുമ്പോൾ आंख खोलते बैठते समय അൺയൂഷ്വൽ വിഷൻ. अनयूजुअल दर्शन देखा। ഭയങ്കര പൈശാചിക മണ്ഡലമാണ്. एक बहुत बड़ा शैतान की मंडली को मैंने देखा। പറയുമ്പോൾ എനിക്ക് എന്റെ രോമങ്ങൾ എഴുന്നേറ്റ്. मैं अभी बोलता हूँ तो भी मेरे रोंगटे खड़े हो ഞാൻ जाते हैं। ഉറങ്ങാൻ പോയി കട്ടിലെ കിടന്നതാ, കണ്ണടച്ചില്ല കേട്ടോ. मैं सोने के लिए बेड पर लेटा था, आंखें बंद नहीं की, എന്റെ കട്ടിലിന്റെ മുമ്പിൽ ഒരു അന്ധകാര ശക്തി ഇങ്ങനെ വെളിപ്പെട്ട് നിൽക്കും. तो मेरे बेड के सामने एक अंधकार की ताकत ऐसा प्रकट हो गया। ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടു. उसका रूप मैंने साफ देखा। എന്റെ മേൽചുവരിൽ മുട്ടുന്ന ഹൈറ്റിലാണ് നിൽക്കുന്നത്. मेरे दीवार में टच होने जैसा खड़ा है। കറക്റ്റ് ആയിട്ട് കണ്ടു. मैंने सच में देखा। ആ ദിവസങ്ങളിൽ उन दिनों में ചില പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടോണ്ടിരിക്കുക. कुछ मुसीबतों का मैं सामना कर रहा था। ദൈവാത്മാവിനോട് പറഞ്ഞു, पवित्र आत्मा ने मुझसे कहा, ഇതാ പണി തരുന്നെന്ന് പറഞ്ഞു. यही तुझे काम, ये सब അവൻ ഞാൻ പറഞ്ഞു, കർത്താവേ, प्रॉब्लम्स ഈ लेकर आ रहे हैं। പുള്ളിയുമായിട്ട് എനിക്ക് വലിയ ഇടപാടൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇവനോട് ഫൈറ്റ് ചെയ്യാൻ പോയില്ലല്ലോ, പിന്നെ എന്തിനാ ഇവൻ ഇടയ്ക്ക് കയറുന്നത്? तो मैंने परमेश्वर से पूछा, परमेश्वर मुझे तो इस शैतान से कुछ लेना देना नहीं है, मैंने तो इसके खिलाफ कुछ गया नहीं, बट ये क्यों मेरे खिलाफ आ रहा है? പല പാർട്ടികളുമായിട്ട് പിന്നെ എന്താ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. मैं पहले बहुत सारे शैतान की ताकतों से युद्ध कर चुका हूँ। അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, तो परमेश्वर ने मुझसे कहा, അങ്ങനാണെങ്കിലും अगर ऐसा है तो भी ഇവൻ ഉണ്ടല്ലോ, ये जो है ना, ഇവന് നിന്നോട് ഭയങ്കര ഉണക്ക. इससे भी तुझे तेरे खिलाफ है, അതുകൊണ്ടാണ് നിന്റെ മുമ്പിൽ വന്നത്. इसलिए वो तेरे सामने आया है। ക്ലിയറായിട്ട് അത് കാണുക പ്രിയമുള്ളവരെ. मैंने बहुत स्पष्ट देखा। ഒരു 3-4 സെക്കൻഡിന് ശേഷം 3-4 सेकंड के बाद വാനിഷായി പോയി. वो वैनिश होते होते वहां से चला गया, धुंधला होके गया। अद्भुत की बात വാനിഷ് यह है, ചെയ്ത് കഴിഞ്ഞപ്പോൾ वो धुंधला होने के बाद में ഓപ്പോസിറ്റ് സൈഡിൽ എസി ഉണ്ട്. मेरे ऑपोजिट में एसी है, എസിയുടെ ലൈറ്റ് ഉണ്ട്, एसी का लाइट है, ഇൻഡിക്കേറ്റർ ലൈറ്റ്. इंडिकेटर लाइट है। അത്രയും നേരം മറഞ്ഞിരിക്കുന്ന ലൈറ്റ് उतने देर तक वो लाइट भी छिपा हुआ था, ഇങ്ങനെ തെളിഞ്ഞു വന്നു. वो लाइट ऐसे दिखने लगा। फिर എന്ന് പറഞ്ഞാൽ उसका मतलब ഇമാജിനേഷൻ അല്ല, वो एक इमेजिनेशन नहीं था। എസിക്ക് ലൈറ്റിന് മുമ്പിൽ അതിനെ തടയത്തക്കവണ്ണം ഒരു ഫിസിക്കലി ഒരു രൂപം അവിടെ ഇറങ്ങി നിൽക്കുകയായിരുന്നു. वो एसी का जो लाइट है उसको भी छुपाया, मतलब उतना एक अंधकार की ताकत, एक शक्ति वहां पर आकर खड़ा हो गया था। രോമമെല്ലാം എഴുന്നേറ്റ് നിന്നു. ये देखकर मेरे सारे रोंगटे खड़े हो गए। എനിക്ക് ഭയങ്കര സന്തോഷം. मुझे बहुत खुशी, ഇത്രയും പോലും പേടി വന്നില്ലെന്നേ. थोड़ा भी डर नहीं आया, ഭയങ്കര സന്തോഷം. बहुत बड़ी खुशी। കർത്താവേ, परमेश्वर, ഇതൊക്കെ കാണാൻ എന്റെ കണ്ണ് തുറന്നു. आमेन, ये सब देखने के लिए मेरी आंखें तो खुली। ഹല്ലേലൂയ. आमेन, हालेलुया। നമുക്ക് എപ്പോഴാ പേടിയെന്നറിയാം? हम कब डरते हैं? നമ്മൾ ഫറവോനെ വലുതെന്ന് ചിന്തിക്കുമ്പോഴാ പേടി. हम जब ये सोचते कि फिरौन बड़ा है तो हमको डर लगती है। ഫറവോനും തലയാക്കി ദൈവം വെച്ചിരിക്കുന്നു. आमेन, परमेश्वर ने तुझे फिरौन का सर बनाया है। ഓ ഹല്ലേലൂയ. ആണോ? है कि नहीं? നിന്നെ ഫറവോനും തലയാക്കി ദൈവം आमेन, വെച്ചിരിക്കുന്നു. आपको परमेश्वर ने फिरौन का सर ठहराया है। हालेलुया। ആശഖനാരാം ധനരഗദൽ ഖഡഗശര. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. प्रार्थना करें। പേടിയോടെ വിശാചനെ. क्या आपको डर लगता है शैतान से? എപ്പോഴാണെന്നറിയോ? डर कब लगता है? നമ്മൾ ആരാന്ന് അറിയാത്തോണ്ടാ. हम जानते नहीं है कि हम कौन है। കഴുകന് പേടിയൊന്നുമില്ല. उकाब नहीं डरता, കഴുകന് പേടിയൊന്നുമില്ല. उकाब नहीं डरता। കഴുകൻ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ उकाब अगर टारगेट कर ले, കഴുകൻ പറന്നിങ്ങി ഇറങ്ങുകയാ. आमेन, वो उड़ के हुए नीचे आता അതിന്റെ है തല പിടിച്ചിട്ട് और उसके सर को पकड़कर കഴുകൻ പിന്നെ അവിടെ നിൽക്കത്തില്ല. फिर उकाब वहां खड़ा नहीं ഇവനെ रहता കൊണ്ട് है। കഴുകൻ അങ്ങ് പറന്ന് കയറും. फिर उकाब इस सांप को लेकर वो वापस ऊपर चढ़ क्या जाता है। कार्य किया? क्या है वजह? പാമ്പിന് सांप को ടെറസ്ട്രിയൽ ലെവലിൽ ഭയങ്കര പവറാ. उसके लेवल के अंदर ही उसमें बहुत ताकत है। പാമ്പിന് പവർ ഇല്ലാത്തൊരു ലെവലുണ്ട്. आमेन, एक ऐसा मंडली है, एक लेवल है जहाँ पर सांप को ताकत नहीं है। കൊണ്ടുപോയി കഴിഞ്ഞാൽ 5 किलोमीटर ऊपर ले जाकर ഇവനെ അവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ उधर उसको वहां पर छोड़ देंगे तो ഇവൻ ഒന്നും ചെയ്യാൻ आमेन, वो वहां पर कुछ नहीं कर सकता। അവിടെ വെച്ച് അവന്റെ തലയെ തകർക്കും. आमेन, वहां पर उसका सर कुचला जाएगा। ഹവായിൽ ഇട്ട് തന്നെ തല കൊത്തുന്ന. आमेन, उधर ही डालकर उसके सर को नाश कर देगा। ഞാനിങ്ങനെ നോക്കി എങ്ങനെയാണ് കഴുകൻ ഈ സ്നേഹിനെ തിന്നുന്നത്. तो मैं ऐसा देख रहा था कि उकाब कैसे सांप को खाता അങ്ങ് है। മേളിൽ കൊണ്ടുപോയിട്ട് उधर ऊपर ले जाकर അന്തരീക്ഷത്തിൽ ഇട്ട് തന്നെ आमेन, उस वहां के वातावरण में ही തല മുറിച്ചങ്ങ് വിഴുങ്ങുക.
പോകുന്നു. इसके सर को काट कर वो निगल लेता है. आमेन. പിശാചിന് ഒരു പവറും ഇല്ലാത്തൊരു മണ്ഡലമുണ്ട് കേട്ടോ. आमेन. ऐसे एक मंडली है जहाँ पर शैतान को बिल्कुल भी ताकत नहीं है. वो कौन सी मंडली है? അത് ആത്മമണ്ഡലമാണ്. आमेन. वो आत्मा की मंडली है. അത് ആത്മമണ്ഡലമാണ്. वो आत्मा की मंडली है. അത് പരിശുദ്ധാത്മാവിന്റെ वो മണ്ഡലമാണ്. पवित्र आत्मा की मंडली है. അന്യഭാഷ പറഞ്ഞ് अन्य भाषा बोलते हुए ആത്മനിറവിൽ നിൽക്കുന്ന നിന്നെ आत्मा की भरपूरी में खड़े होने वाला തൊടാൻ पीछे പിശാചിന് പറ്റത്തില്ല. शैतान छू नहीं That's सकता. why devil is trying to stop you from speaking in tongues. इसीलिए शैतान आपको अन्य भाषा बोलने से रोकता है. That's why always devil used to say through your analytical mind. इसीलिए शैतान आपके एनालिटिकल मन पर आकर इस प्रकार से कहता है कि तू क्या बोल रहा है, എന്താണ് ഗുണം? तू तेरे में क्या कमी है, Meaning ഉണ്ടോടാ? इसका क्या मतलब है? പിശാച് എന്തിനാ നിന്റെ മനസ്സിൽ ഇത് ഇടുന്നെന്ന് അറിയാമോ? शैतान क्यों तेरे मन पर वो डाल रहा പിശാച് है? നിന്റെ അന്യഭാഷയെ പേടിക്കുന്നു. क्योंकि शैतान तेरे अन्य भाषा से डरता പിശാച് है. ശാരീരിക മണ്ഡലത്തിൽ ഉണ്ടാക്കിയ ആയുധത്തെ നീ ആത്മമണ്ഡലത്തിൽ തകർക്കാൻ ശ്രമിക്കുമ്പോൾ आप शैतान ने शारीरिक मंडली पर बनाकर रखा हुआ हथियार को आप जब आत्मा की मंडली में उसे तोड़ने की कोशिश പിശാച് करोगे, തിരിച്ച് നിന്നെ ഭൗതിക മണ്ഡലത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. हमें तो शैतान ये कोशिश करता है कि आपको वापस भौतिक मंडली में खींच Oh, कर child लेकर of आए. God. Child of God. परमेश्वर के बच्चों, Do not resist devil in your flesh. तो आपकी शारीरिक मंडली में शैतान को रोकने की कोशिश मत करो. In the fleshly realm, आपकी शारीरिक मंडली he is में more powerful than you. वो आपसे ज्यादा सामर्थी But in the है. spiritual realm, लेकिन आप जब अगर आपकी आत्मा की मंडली you पर आ are जाए directly connected with God. तो आप परमेश्वर से डायरेक्ट The संबंध power में which है. is exhibiting through you तो जो पवित्र आत्मा की सामत आपके is द्वारा the प्रकट power of होती Holy है, Spirit. वो पवित्र आत्मा की सामत है. Shall start to speak in tongues. आप अन्य भाषा में बोलने लगो. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ അഭിഷേകം പ്രാപിക്കണമെന്ന്. इसीलिए हम कहते हैं कि आपको अभिषेक प्राप्त अन्य करना भाषा है, പറയണമെന്ന്. अन्य भाषा बोलना है. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ आपके जीवन में जब प्रतिसंधियां प्रॉब्लम्स आती है, ഒരു സൈഡിൽ ഫെയ്ത്ത് കൂടണം, एक साइड में विश्वास आपको മറു സൈഡിൽ बढ़ना है, ആത്മനിറവ് കൂടണം. दूसरा साइड में आत्मा की ഇത് भरपूरी को രണ്ടും बढ़ाना है. അടിച്ചു പറന്നു കാണണം. ये दोनों को पंखों को उड़ाते हुए आपको उड़ना है. और अन्य भाषा में प्रार्थना करें. നിങ്ങൾ എത്ര പേർ കണ്ടിന്യൂസ് ആത്മനിറവിൽ ജീവിക്കുന്നവരാ? कितने लोग आप में से निरंतर पवित्र आत्मा में जीने वाले लोग हैं? കഴിഞ്ഞ ദിവസം വന്ന പാസ്റ്റർ പറഞ്ഞു, पीछे दिन यहाँ पर आया हुआ पास्टर ने कहा, അദ്ദേഹത്തിന്റെ ഡൽഹി ചർച്ചില് उनके दिल्ली के चर्च में ഹല്ലേലൂയ ഒരു ചലഞ്ച് കൊടുത്തു വിശ്വാസികൾക്ക്, യൂത്തിന്. उन्होंने अपने यूथ को एक चैलेंज दिया. എന്താ ചലഞ്ച്? क्या था वो चैलेंज? ഒരാഴ്ച മുഴുവൻ एक हफ्ता पूरा ആത്മാവിൽ ജീവിക്കണം. आत्मा में जीना है. പരിശുദ്ധാത്മാവിൽ ആരാധിച്ച് അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ Amen. 1 വീക്ക് ജീവിക്കണം. एक हफ्ता हमेशा दिन प्रतिदिन 24/7 पवित्र आत्मा के संग एक जीवन ജോലി बिताना ചെയ്യാൻ है. പോകുമ്പോൾ അന്യഭാഷ, जब काम करने जाएंगे तो पवित्र आत्मा और अन्य वो भाषा. अन्य भाषा हो रहा है, सोते समय भी हम अन्य भाषा बोल सकते हैं. എവിടെ? പറയാം, ഉറങ്ങുമ്പോഴും അന്യഭാഷ हम പറയാം. सोते समय भी अन्य भाषा बोल सकते हैं. ഒരു ദിവസം സുനിൽ ഉറക്കത്തിൽ കിടന്ന് അന്യഭാഷ പറഞ്ഞു. एक दिन सुनील ब्रदर ने नींद में अन्य भाषा बोला. സിസ്റ്റർ കേട്ടു, സുനിൽ ഉറക്കത്തിൽ കിടന്ന് അന്യഭാഷ പറഞ്ഞു. सुनील ब्रदर ने नींद में अन्य भाषा बोला. ഉറക്കത്തിലും, അല്ലേ? नींद में भी हम बोल ശരീരം सकते हैं. ഉറങ്ങുമ്പോൾ എൻ്റെ ആത്മാവ് ഉണർന്നിരുന്ന് അന്യഭാഷ പറയാനൊക്കെ जब പറ്റും. मेरा शरीर सोता है तो आत्मा हमारा जगह है तो अन्य भाषा बोल सकता है. ആത്മാവിലൊന്ന് ജീവിക്കണം. 24/7 आत्मा में हमको जीना है. അദ്ദേഹം ഇന്നലെ അത് പറഞ്ഞപ്പോൾ जब उस व्यक्ति ने ऐसे कहा എനിക്ക് തോന്നി നമ്മുടെ ചർച്ചിൽ അങ്ങനെ ഒന്ന് ജീവിച്ചാലോ. तो मुझे लगा हम हमारे कलीसिया में भी हम अगर हम ഇന്നലത്തെ ऐसे മീറ്റിംഗിൽ जिए. പറഞ്ഞു, मैंने कल के मीटिंग में ഈ कहा ആഴ്ച മൺഡേ ടു നെക്സ്റ്റ് സൺഡേ വരെ ये हफ्ता मंडे से लेके 1 नेक्स्ट വീക്ക് संडे ആത്മാവിലൊന്ന് ജീവിച്ചു നോക്കും. एक हफ्ता हम आत्मा में जीने जा रहे हैं. ഇന്നലെ ഒത്തിരി പേര് കൈപൊക്കി. कितने लोग आप लोग ने हाथ ഇന്നലെ उठाया? ഇല്ലാത്തവർക്ക് ഞാൻ അവസരം തരിക. जो कल नहीं थे उनको Monday मैं to आज मौका Sunday, देता. next 7 days. मंडे से लेके संडे तक are अगला going to live in 7 spirit. डेज हम Hallelujah. आत्मा में जीने जा रहे हैं. Holy Spirit week എന്ന് നമുക്ക് പേര് കൊടുക്കാം. पवित्र आत्मा वीक Epiphany week എന്ന് പേര് കൊടുക്കാം. ऐसा हम नाम दे सकते हैं. Hallelujah. Holy Spirit week. होली स्पिरिट ഓ, वीक. നടക്കുമ്പോഴും അന്യഭാഷ പറയുക. चलते समय अन्य भाषा, ജോലി ചെയ്യുമ്പോഴും അന്യഭാഷ പറയുക. काम करते समय अन्य भाषा, Hallelujah. ഓഫീസിൽ പോകുമ്പോഴും അന്യഭാഷ പറയുക. ऑफिस में जाते समय अन्य भाषा, കിച്ചണിൽ വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോഴും അന്യഭാഷ പറയുക. किचन में जब आप वेजिटेबल कट करोगे तो अन्य भाषा, അന്യഭാഷ പറയുക. ड्राइव करेंगे तो अन्य भाषा. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, मैं हमेशा कहता എനിക്ക് हूँ, പണ്ടൊരു ബൈക്ക് ഉണ്ടായിരുന്നു. मुझे पहले एक बाइक था, അന്ന് ബൈക്കേ ഉള്ളായിരുന്നു. तब बाइक ही था. അന്ന് ഒത്തിരി ഹൈവേ കൂടെ ഒക്കെ പോകുമ്പോ तब मैं हाईवे से जब जाता था ഞാൻ ഈ ഹെൽമെറ്റ് ഒക്കെ വെച്ചോണ്ട് तब मैं हेलमेट सब रख कर ഓരോ അന്യഭാഷ പറഞ്ഞോണ്ട് ബൈക്ക് ഓടിക്കും. मैं जोर से अन्य भाषा बोलकर बाइक चलाता था. ആളുകൾ ഓർക്കും, "ഇവനെ ഏക്കെ ചില്ല
जा रहे हैं। लोग सोचते ആൾക്കാർ ചിന്തിക്കും വിളിച്ചു കൂവി പറഞ്ഞുകൊണ്ട് പോവാ ആത്മമണ്ഡലത്തിലാ ഓടിക്കുന്നത്. हम ऐसे आत्मा की मंडली पर चलाते हैं കണ്ണടയ്ക്കണമെന്നൊന്നുമില്ല അന്യഭാഷ പറയാൻ. तो കണ്ണടയ്ക്കണമെന്നില്ല. जरूरी नहीं है कि आंख बंद करना है अन्य भाषा बोलने के लिए, ഡ്രൈവ് ചെയ്യരുത്. इसलिए आंख बंद करके कोई ड्राइव ना करे। നമ്മുടെ ഫുൾ കൺട്രോളിൽ അന്യഭാഷയൊക്കെ പറഞ്ഞിട്ട് പോകാൻ പറ്റും. हम फुल कंट्रोल में अन्य भाषा बोलकर जा सकते हैं। നമുക്കൊന്ന് ചെയ്തു നോക്കാം. हम क्या करने की कोशिश ഈ करें? ഒരാഴ്ച, ये एक हफ्ता Monday to next Sunday, मंडे से लेके नेक्स्ट संडे तक consistently പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിച്ച് एक हफ्ता निरंतर पवित्र आत्मा के ഞാൻ संग जिए। വിശ്വസിക്കുന്നു. मैं विश्वास करता ഒരാഴ്ച हूँ കഴിയുമ്പോൾ एक हफ्ते के बाद ഭയങ്കര വ്യത്യാസം ഉണ്ടാകും. एक बहुत बड़ा बदलाहट आएगी। നമ്മുടെ റലം മാറും. हमारा रैम बदलेगा, നമ്മുടെ ആത്മമണ്ഡലം മാറും. हमारे आत्मा की मंडली നമ്മുടെ बदलेगी, വിശ്വാസം മാറും. हमारा विश्वास बदलेगा। നമുക്ക് പിശാചിനോട് ഫൈറ്റ് ചെയ്യുന്ന പവർ മാറും. आमेन। हमें शैतान से फाइट करने का पावर बदलेगा। സാത്താന്യ മണ്ഡലങ്ങൾ വീഴും. शैतान की मंडली गिरेगी। ചിലർക്ക് ദൂത് വെളിപ്പെടും. कुछ लोगों को वाणियां प्रकट होगी। When you speak in tongues, आप जब अन्य भाषा में Bible बात करोगे, says वचन you कहता are है speaking heavenly mysteries. आप स्वर्गीय भेदों को बोल रहे हैं। ഒരാഴ്ച മുഴുവൻ एक हफ्ता पूरा അന്യഭാഷ പറഞ്ഞാൽ अन्य भाषा जब നിങ്ങൾ बोलोगे, എന്താ പറയുന്നത്? आप क्या बोल रहे हो? മിസ്റ്ററീസ് ആ പറയുന്നത്. आप रहस्यों को, स्वर्गीय നിങ്ങൾ रहस्यों को mysteries बोल आ रहे रहे हो। हो। आप स्वर्गीय भेद को बोल रहे हो। ഓ, आमेन, हालेलुया। ഒന്ന് കേട്ടു നോക്കിക്കേ. आप जरा बोलकर देखें। നമ്മൾ സാധാരണ കാര്യങ്ങളാ പറയുന്നതെങ്കിൽ अगर हम साधारण बातें बोलते हैं ഒരാഴ്ച तो, സാധാരണ കാര്യങ്ങൾ പറഞ്ഞാൽ अगर एक हफ्ता जुबान से साधारण നമ്മൾ बातें कहोगे तो സാധാരണ ലെവലിൽ तो നിൽക്കും. हम साधारण स्तर पर ही പക്ഷെ खड़े रहेंगे। ഒരാഴ്ച അസാധാരണ മിസ്റ്ററീസ് വായിക്കൂടെ വന്നുകൊണ്ടിരുന്ന अगर एक हफ्ता असाधारण मिस्ट्रीज पर स्वर्गीय गुप्त बातें अगर आते रहेगी तो ആത്മമണ്ഡലത്തിൽ നീ മിസ്റ്ററീസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. आत्मा की मंडली में गुप्त बातों को आप बोलने लगोगे। റെഡിയാണോ? अब क्या आप तैयार है? റെഡിയാണോ? क्या आप तैयार है? തയ്യാറാ? ഈ അടുത്ത വീക്ക് മുഴുവൻ अगले हफ्ता पूरा അന്യഭാഷ പറയാത്തവരാണെങ്കിൽ സങ്കടപ്പെടണ്ട. अन्य भाषा नहीं बोलने वाले कोई दुखी मत हो। ദൈവവുമായിട്ട് അടുത്തൊരു വചനവുമായിട്ട് അടുത്ത് ഒരു പാടി ആരാധിച്ച് സന്തോഷമുള്ള ഒരു ജീവിതം ഒരു വീക്ക് ഒന്ന് നയിച്ചേ. अगले एक हफ्ता परमेश्वर के साथ स्तुति गीत गाते हुए, वचन पढ़ते हुए एक हफ्ता जरा बिता के देखो। ഹലോ, हालेलुया। അങ്ങനെ എത്ര പേർ ചെയ്യാൻ റെഡിയാ? ऐसे कितने लोग करने को तैयार है? ഒരു 1 വീക്ക് ചലഞ്ചാ കേട്ടോ. एक हफ्ता का चैलेंज है, 1 വീക്ക് ചലഞ്ചാ. ये एक हफ्ता का चैलेंज ഞാൻ है। ഈ ആത്മാവിലുള്ള പ്രാർത്ഥനയെ കുറിച്ച് പഠിച്ചപ്പോൾ मैंने जब आत्मा की प्रार्थना के बारे में सीखा, ഈ സ്പീക്കിംഗ് ഇൻ ടങ്സ് अन्य भाषा में बोलना വിതൗട്ട് നോയിങ് ദ മീനിങ്, बिना मतलब समझे, അതുകൊണ്ട് പ്രയോജനം എന്താണെന്ന് ഞാൻ പഠിച്ചപ്പോൾ उससे फायदा क्या है जब मैंने ഒരു सीखा। ദേവദാസൻ എഴുതിയത് तो एक परमेश्वर के दास ने लिखा इट्स है, समथिंग लाइक वी डू एक्सरसाइज. वो कुछ ऐसा है जो हम एक्सरसाइज कर रहे Are you हैं। listening me? क्या आप सुन रहे हो? It is something like we do exercise. ये कुछ ऐसा है कि हम एक्सरसाइज कर रहे हैं। ചലഞ്ച് എടുക്കത്തില്ലേ? हम एक्सरसाइज का चैलेंज लेते हैं ना। ചലഞ്ച് ആണ്. अभी क्या क्या चैलेंज है? ഹല്ലേലൂയ. ഓരോരുത്തർ ഓരോ സജഷനാ പറയുന്നത്. एक एक लोग एक एक सजेशन देते हैं। ആളുകൾ ചെയർ ഇല്ലാതെ പോലും ആളുകൾ ഇരുത്തുന്നു. बिना कुर्सी का बिठाते हैं। ഒരു മാസം ഇരുന്ന് കഴിഞ്ഞാൽ നിന്റെ മസിൽ എല്ലാം സ്ട്രോങ് ആവും. एक महीना बैठेंगे तो आपका मसल स्ट्रांग होगा। ഇമാജിനബിൾ ചെയറിൽ ഇരുത്തുക. इमेजिनेबल चेयर पर बिठा അത് रहे പല हैं। ടൈപ്പ് ചെയർ ഉണ്ട്. अलग अलग तरीके के चेयर्स हैं। പിക്ചറൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ചെയർ അല്ലേ? പിക്ചറൊക്കെ വാങ്ങിക്കാൻ കിട്ടും. उसे पिक्चर खरीदने मिलता നമ്മൾ है। ഇമാജിനബിൾ ചെയറിൽ ഇരിക്കാൻ വരെ തയ്യാറാണ്. इमेजिनेबल चेयर में बैठने को हम तैयार हैं। ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഈ തൈച്ചി എക്സസൈസ് ചെയ്ത് ഇമാജിനബിൾ ചെയറിൽ ഇരുന്നോണ്ടിരിക്കും. ചെയർ നോ, ഭാവനയെ കണ്ടിട്ട് അങ്ങ് ഇരിക്കുക അല്ലേ? भावना में देखकर वे बैठ रहे हैं। कुर्सी तो है नहीं, बट वो इमेजिन करके बैठ ഫിസിക്കൽ रहे हैं। ബോഡിക്ക് വേണ്ടിയാ പറയുന്നത്. वो एक्सरसाइज फिजिकल ശ്രദ്ധിച്ച് बॉडी കേൾക്കണം. के लिए। ध्यान से सुने। പക്ഷേ നിന്റെ ആത്മശരീരത്തിന് വേണ്ടി, लेकिन आत्मा के शरीर के लिए, നിന്റെ കൽപ്പനയിൽ ഒതുങ്ങാത്ത, आपके कल्पना से जो നിന്റെ परे है, അനലിറ്റിക്കൽ ബുദ്ധിക്ക് ഒതുങ്ങാത്ത आपकी बुद्धि से परे ഒരു है, സ്പിരിച്വൽ എക്സസൈസ് ആണ് അന്യഭാഷ. वैसे स्पिरिचुअल एक्सरसाइज है अन्य भाषा। നിനക്ക് തൈച്ചി ചെയറിൽ ഇരിക്കാമെങ്കിൽ, आपको अगर इमेजिन चेयर पर बैठ सकते हैं ഇല്ലാത്ത तो, ചെയർ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്ത് ഇരുന്ന് എക്സസൈസ് ചെയ്യാമെങ്കിൽ, जो चेयर नहीं है लेकिन वो है करके इमेजिन करके आप बैठकर एक्सरसाइज कर നീ सकते हैं പറഞ്ഞില്ലല്ലോ അത് तो, പൊട്ടത്തരമാണെന്ന് പറഞ്ഞോ? आपने क्या कहा? क्या वो बेवकूफी है? क्या आपने कहा वो बेवकूफी है? തൈച്ചിക്കാരൻ നിന്നെ ഇല്ലാത്ത ചെയറിൽ ഇരുത്തി മണ്ടനാക്കുമ്പോൾ, जो चेयर नहीं है वैसा चेयर में बिठाकर आपको दुनिया जब बेवकूफ बनाया जा रहा നിന്റെ है, അനലിറ്റിക്കൽ മൈൻഡ് പറഞ്ഞു ചെയ്യ നല്ലതാന്ന് പറഞ്ഞു. आपका एनालिटिकल माइंड ने कहा करो करो, वो अच्छी പക്ഷേ बात നീ है। അന്യഭാഷ പറഞ്ഞപ്പോൾ लेकिन जब तूने നിന്റെ अन्य भाषा അനലിറ്റിക്കൽ മൈൻഡ് कहा പറഞ്ഞു stop it. तो आपका एनालिटिकल माइंड ने कहा रोको रोको हाँ। रोको। और രാധന, രാംശൽ കമന. रेखे ഒരു ദേവദാസൻ എഴുതിയിരിക്കുക. तो एक परमेश्वर के दास ने लिख कर ഫിസിക്കൽ रखा है, ബോഡിക്ക് എക്സസൈസ് കൊടുത്തതുപോലെ आपने जैसा आपके फिजिकल बॉडी को एक्सरसाइज നിന്റെ किया, സ്പിരിച്വൽ ലൈഫിന്റെ
എക്സസൈസ് ആണ് അന്യഭാഷ. तो आपका स्पिरिचुअल व्यक्ति का एक्सरसाइज है अन्य भाषा. ഒരു മണിക്കൂർ നടക്കാൻ പോകുമ്പോൾ 1 घंटा जब चलने ഒരു के लिए മണിക്കൂർ जाते അന്യഭാഷ हैं, പറഞ്ഞാൽ 1 घंटा अगर आप अन्य भाषा बोलोगे സ്പിരിച്വൽ तो മാൻ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. आपका स्पिरिचुअल मैन की एक्सरसाइज हो रही നിന്റെ है. സ്പിരിച്വൽ മാൻ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. आपका स्पिरिचुअल आदमी And का your एक्सरसाइज spiritual हो रहा man है. is dealing with mysteries. क्या आपका स्पिरिचुअल व्यक्ति गुप्त भेदों को समझ Your रहा spiritual है? man is dealing with heavenly realm. आपका स्पिरिचुअल व्यक्ति हेवनली realm के Your साथ डील spiritual कर रहा man है. is talking with God, the आपका Creator. स्पिरिचुअल आत्मिक व्यक्ति परमेश्वर के साथ बात कर रहा है. Oh, your spiritual man is communicating with supernatural realm. आपका आत्मिक व्यक्ति सुपरनैचुरल realm के साथ वार्तालाप कर रहा है. അങ്ങനെ കൊണ്ട് ചലിക്കാൻ തുടങ്ങിയാൽ अगर वैसा आप നീ आत्मा में ആള് चलने लगोगे മാറിയതുപോലെയാകും. तो आपका पर्सनालिटी बदल നീ ആള് जाएगा. മാറിയതുപോലെയാകും. आप व्यक्तित्व आपका बदल जाएगा. ओ री बाबा ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. एक बात मैं आपको याद दिलाता അടുത്ത हूँ. ഒരാഴ്ച നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്താൽ अगला 1 हफ्ता अगर आप ये प्रैक्टिस करोगे നിങ്ങൾ ഇത് तो നിർത്തത്തില്ല. आप यहाँ पर रुकेंगे नहीं. നിങ്ങൾ നിർത്തത്തില്ല. आप रुकोगे नहीं. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കും. जिंदगी भर वैसा ही चलने में आप Are you इच्छा ready? रखोगे. Ready ആണോ? क्या आप तैयार है? Ready ആണോ? क्या आप तैयार है? From tomorrow Monday मंडे से लेकर ഒരാഴ്ച 1 हफ्ता ഒരു ഹോളി സ്പിരിറ്റ് വീക്കാ. होली स्पिरिट वीक है. ഒരു സൈഡിൽ ഫെയ്ത്ത് വർദ്ധിക്കട്ടെ. एक तरफ में आपका विश्वास बढ़ने മറു दे. സൈഡിൽ ആത്മാവിലുള്ള ചലനം വർദ്ധിക്കട്ടെ. दूसरी तरफ आत्मा की I चलन believe आपका that you are बढ़ने going to दे. soar up like an eagle. आप Hallelujah. उकाब के समान उड़ने ഓ लगोगे. എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിന്നാട്ടെ. हम खड़े हो जाए. ശഖന റം അല്പസമയങ്ങൾ സ്തുതിക്കാൻ പോകുകയാ. थोड़ी देर हम स्तुति करने जा रहे आराधना हैं. हम आराधना करने जा रहे First हैं. Peter chapter 5 verse 9 ൽ പറഞ്ഞു. 1 Peter chapter 5 verse 9 में कहा. എന്താ പറഞ്ഞെന്നറിയാമോ? क्या कहा? Resist the devil. शैतान का सामना Resist करो. the devil. शैतान का सामना Stand करो. firm in the faith. विश्वास में दृढ़ खड़े रहो. അത് മാത്രമല്ല केवल उतना ही नहीं. ലോകം മുഴുവനുള്ള നിന്റെ സഹോദര വർഗ്ഗങ്ങൾ മുഴുവൻ ഇതേ സിറ്റുവേഷനിലൂടെ പോകുന്നു. आमेन. आपके दुनिया भर के सारे भाई लोग इसी दुख में जा रहे हैं. നിന്റെ കൂടെ നിൽക്കുന്ന സഹോദരൻ സഹോദരി आपके साथ खड़े होने वाला भाई ഒന്ന് बहन ശ്രദ്ധിച്ചു കേട്ടാട്ടെ. ध्यान से सुने. നിന്റെ കൂടെ നിൽക്കുന്ന സഹോദരൻ സഹോദരി आपके साथ में खड़े होने वाला നീ भाई बहन അനുഭവിക്കുന്നത് പോലെ തന്നെ സ്പിരിച്വൽ ബാറ്റിൽ അനുഭവിക്കുക. जो युद्ध आप लड़ रहे हो और वे भी वही दुख सह रहा है. നിനക്ക് അവനോട് സഹതാപം തോന്നണം. क्या आपको उनके लिए सहताप है? നീ थोड़ा മാത്രമല്ല കരയുന്നത്. केवल आप अकेले नहीं है നീ जो रो മാത്രമല്ല रहे हो. സങ്കടപ്പെടുന്നത്. आप अकेले नहीं जो दुखी നിന്റെ है. ഹൃദയത്തിൽ മാത്രമല്ല പിശാച് ഇടുന്നത്. आपके हृदय में अकेला नहीं शैतान जो डाल रहा है നിന്നെ കൊള്ളത്തില്ലെന്നും कि आप अच्छे നിന്നെ नहीं हो. ആർക്കും आप किसी को जरूरत नहीं है നിന്റെ आपका. ഹൃദയത്തിൽ മാത്രമല്ല പിശാച് ഇടുന്നത്. केवल आपके हृदय में ही नहीं शैतान जो നിന്റെ लेकर आ रही है. അടുത്തിരിക്കുന്നവന്റെ ഹൃദയത്തിൽ അത് തന്നെ ഇടുന്നത്. आपके बाजू में बैठने वाले के हृदय में अभी वही सोच आ रही है. അപ്പോൾ എന്ത് ചെയ്യണം? तो हमें क्या करना है? നിന്റെ വേദനകളെ മറന്നിട്ട് आपके दुखों को भूलकर, നിന്റെ ഹൃദയത്തിലുള്ള ദുഃഖങ്ങളെ മറന്നിട്ട് आपके हृदय के दुख को भूलकर, അടുത്തിരിക്കുന്ന ആളുടെ തോളിലേക്ക് ഒന്ന് കൈവച്ചിട്ട് मैंने आपके बाजू में बैठने वाले के पे हाथ ഒന്ന് रखकर ശാന്തമായി നിന്നാ മതി കേട്ടോ. बस आप शांति से खड़े रहो. आमीन. അപ്പുറത്തും ഒരു ബലമുണ്ടാകും. तो एक बल जो है वो ഇപ്പുറത്തും ഒരു प्रकट होगा. ബലമുണ്ടാകും. इस तरफ भी एक बल प्रकट होगा. ഇടയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ ഒന്ന് തോളോട് ചേർത്ത് നിർത്തണം आमीन. കേട്ടോ. आपके पास जो खड़े हैं ना, कभी कभी आप उन्हें अपने साथ रखना നിനക്ക് है. ഒത്തിരി പ്രശ്നം ഉണ്ടാകാം കേട്ടോ. आपके जीवन में बहुत दिक्कत आ सकती നിനക്ക് है. ഒത്തിരി പ്രശ്നം ഉണ്ടാകാം आपके കേട്ടോ. जीवन में बहुत दिक्कत आ सकती है. പക്ഷെ അടുത്ത് നിൽക്കുന്ന ആളുടെ തോള് आमीन. लेकिन आपके बाजू में खड़े होने वाले का कंधा जरा पकड़ कर ഒന്ന് ചേർത്ത് നിർത്തുമ്പോൾ साथ में जब आप रखोगे तो അവിടെയും മനസ്സിന് സമാധാനമുണ്ടാകും. നിന്റെ അകത്തും മനസ്സിന് आमीन. സമാധാനം. उनके मन में भी शांति मिलेगा और आपके मन में भी शांति അവസാനമായ मिलेगी. 10ാമത്തെ വാക്യം. आखिरी में 10वां आयत. ഓ സകല കൃപാലുവാകുന്ന ദൈവം, जो परमेश्वर सबसे कृपालु है, നിങ്ങളെ വിളിച്ച ദൈവം. जिसने परमेश्वर ने आपको बुलाया है. क्या आपके बाजू वाले से നിന്നെ कहोगे? വിളിച്ചത് കർത്താവ് കേട്ടോ. मैंने आपको बुलाया परमेश्वर है. ബ്രദർ സിസ്റ്റർ നിന്നെ വിളിച്ച കർത്താവ്. आपको बुलाया परमेश्वर है. അത് നിന്നെ വഴി കൈവിടുന്നവനല്ല. वो आपको रास्ते में छोड़ेगा नहीं. Who called you to his eternal glory in Christ. उसने अनंत काल की महिमा के लिए बुलाया है. There may be suffering. वहाँ जहाँ जहाँ पर आप दुख भोगते हो, There may be battles in your life. आपके जीवन में युद्ध है, But it is not forever. लेकिन वो हमेशा का नहीं है. After a little while. थोड़ी देर के बाद. Somebody say after a little while. कुछ लोग कहे कि थोड़ी देर के The बाद Lord himself restore you. परमेश्वर आपको रिस्टोर And he करेगा will make you strong. और आपको दृढ़ बनाएगा. And what he will do? और वो क्या करेगा? And he will build you in his original plan. और वो Hallelujah. उसके ओरिजिनल प्लान में आपको बनाएगा. पिछले 2 आयतों में स्पिरिचुअल बैटल के बारे में कहा. കഴിഞ്ഞ രണ്ട് വാക്യങ്ങളിൽ സ്പിരിച്വൽ ബാറ്റിലിനെ You are പറ്റി going through പറഞ്ഞു. suffering. നിങ്ങൾ സഫറിംഗിൽ കൂടി You are പോവുകയാണ്. resisting devil. നിങ്ങൾ പിശാചിനെ എതിർക്കുന്നു.
is not an easy task. ഇതൊരു അൺഈസി ടാസ്ക് അല്ല. When you resist devil, നിങ്ങൾ പിശാചിനെ എതിർക്കുമ്പം നിങ്ങൾക്ക് ഒത്തിരി ഡെന്റ് പറ്റിയിട്ടുണ്ട് കേട്ടോ. आपके बहुत चोट आया കേട്ടോ? है. പിശാചിനോട് എതിർത്തപ്പോൾ ഡെന്റ് പറ്റിയിട്ടുണ്ടോ? शैतान से जब आपने सामना किया तो आपको चोट लगी है, ഡെന്റ് പറ്റിയിട്ടില്ലേ? लगा है ना. നമുക്കൊക്കെ ഡെന്റ് പറ്റിയിട്ടുണ്ട് അല്ലേ? हमारे जीवन में डेंस लगे हुए हैं. പണ്ടൊരു ദേവദാസൻ പ്രസംഗിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. एक परमेश्वर दास ने प्रचार किया, मैं हमेशा कह चुका हूँ. 3 ടൈപ്പ് വിശ്വാസികളുണ്ടെന്ന്. 3 टाइप के विश्वासी लोग हैं. 3 ടൈപ്പ് വിശ്വാസികൾ. 3 टाइप के विश्वासी ഒരു लोग. കൂട്ടം വിശ്വാസികൾ एक विश्वासी लोग ഈ മൺകലം പോലെ मिट्टी के बर्तन के समान है. मटका, मिट्टी का जो मटका होता है ना, मिट्टी के मटका के അതുപോലെ समान है. ഒരു ടൈപ്പ് വിശ്വാസികൾ. एक विश्वासी मिट्टी के मटका के ഒരു समान है. കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ एक पत्थर जैसा ही मार കല്ല് दे, ഒരു സൈഡിൽ കൂടെ കയറി पत्थर एक तरफ से घुस के അങ്ങേ സൈഡിൽ കൂടെ ഇറങ്ങിപ്പോ. दूसरी तरफ से निकल जाएगा. പിന്നെ ഈ പുള്ളിയെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. अब इस व्यक्ति से किसी काम का नहीं. ഏറ് കൊണ്ട് ആകെപ്പാടെ അങ്ങ് നശിക്കും. वो मार लगकर वो नाश हो जाता है. രണ്ടാമത്തെ ടൈപ്പ് വിശ്വാസികൾ दूसरा टाइप का विश्वासी അലൂമിനിയം കലം പോലെ एल्यूमिनियम मटका जैसा ഒരു है. കല്ലെടുത്ത് എറിഞ്ഞാൽ एक पत्थर फेंकेंगे तो ഭയങ്കരമായിട്ട് ചളങ്ങും. वो वहाँ पे दब जाता है, അകത്തോട്ട് കയറിയിരിക്കും. अंदर घुस जाता है, सब फंसा रहता കിഴുത്തൊന്നും വീഴത്തില്ല, പക്ഷെ ചളങ്ങും. है. होल तो छेद नहीं गिरेगा, പണ്ട് लेकिन वो 15 ലിറ്റർ കൊള്ളുന്ന കലം, दबा रहेगा. पहले പണ്ട് 15 15 ലിറ്റർ കൊള്ളുന്ന കലം 15 किलो पानी आने वाला ഇപ്പൊ 10 बर्तन, ലിറ്ററേ കൊള്ളത്തുള്ളൂ. अभी इसमें 10 किलो पानी 10 लीटर पानी ही भर रहा है, ചളങ്ങിയിരിക്കുക. क्योंकि अभी वो दबा हुआ है. പണ്ടത്തെ പോലെ കപ്പാസിറ്റി ഒന്നും ഇല്ല. पुराना कैपेसिटी नहीं है. നമുക്ക് കണ്ടാൽ അറിയാം ഒരു ഏറൊക്കെ കിട്ടിയിട്ടുണ്ട്, ഡെന്റ് हम ഉണ്ട്. देख सकते हैं कि हाँ उसके ऊपर डेंट लगा हुआ പിശാച് है. എവിടെയോ ഇട്ട് എറിഞ്ഞ് പരുവമാക്കിയാണ് ഇരുത്തിയിരിക്കുന്നത്. शैतान ने उसे मार कर बिठाया है, പക്ഷെ നമ്മളെ കലം എടുത്ത് കളയത്തില്ല. लेकिन हम उस बर्तन को फेंकते നമ്മുടെ नहीं है. നാട്ടിലൊക്കെ അമ്മച്ചിമാര് हमारे गांव में हमारे दादी പണ്ട് लोग വിറകടുപ്പുണ്ടായിരുന്നപ്പോൾ जब लकड़ी का चूल्हा था ചാരം വാരി വെക്കാൻ ഈ അലുമിനിയം കലം ഉപയോഗിക്കുന്നത്. तो ഈ ये ഏറ് കൊണ്ട് राख को ചളങ്ങിയ उठा के അലുമിനിയം रखने കലം. के लिए ये बर्तन का ശരിയല്ലയോ? इस्तेमाल करते थे. ഓർമ്മയില്ലേ? ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെ ഒരു അലുമിനിയം കലം ഉണ്ടായിരുന്നു. ഒത്തിരി ഡെന്റാ, പക്ഷെ കളയത്തില്ല, ചാരമൊക്കെ വാരാൻ വേണ്ടി ഉപയോഗിക്കും. बहुत डेंस है, लेकिन फेंकते नहीं है, क्योंकि उसमें कुछ न कुछ राख वगैरह उठा के रखने में इस्तेमाल ഇനി कर लेते हैं. മൂന്നാമത്തെ ഒരു കലമുണ്ട്. तीसरा एक बर्तन है, അത് നല്ല ചെമ്പ് കലമാണ്. वो ചെമ്പ് अच्छा വാർന്നത് सा കേട്ടോ? एक ചെമ്പ്, पीतल, കോപ്പർ, पीतल ही है ना, पीतल का है, താമ്പ, तांबा का है. ചെമ്പ് കലമാ. ചെമ്പ് കലത്തിൽ ഒരു കല്ല് കൊണ്ട് ഒരു എറിഞ്ഞാൽ तांबा के बर्तन में अगर ऐसा पत्थर क्यों? से मारो तो भी കല്ല് എറിഞ്ഞവന്റെ മൂക്കിലിരിക്കും. मारा हुआ व्यक्ति के पास वो पत्थर वापस അതാ आके ചില आएगा. വിശ്വാസികൾ അങ്ങനെ. कुछ विश्वासी वैसे. പിശാച് കല്ല് Amen. പെറുക്കി എറിയും. शैतान क्या करेगा? മുഴുവൻ पत्थर കല്ലും मारेगा, അവന്റെ മൂക്കിലിരിക്കും. हमें सारा पत्थर वापस शैतान के नाक में നീ जाएगा. ഏത് ടൈപ്പാ? आप कौन से टाइप के लोग हैं? ടെന്റ് ഒക്കെ ഉണ്ടോ? डेंस है क्या? ഏറ് കിട്ടിയിട്ടുണ്ടോ? आपको मार मिली है क्या? ഈ വാക്യം പറയുന്നു. तो ये वचन कहता He है will restore you. आपको वो रिस्टोर You करेगा. are suffering for a little while. आप थोड़ी देर के लिए अभी दुख भोग പക്ഷേ അത് रहे हो, എന്നത്തേക്കും അല്ല കേട്ടോ. लेकिन वो हमेशा के लिए Tell नहीं your है. neighbor and say, आपके पड़ोसी से സഹോദര कहे, സഹോദരി, भाई या ഈ बहन, പോരാട്ടം എന്നത്തേക്കും അല്ല. ये युद्ध हमेशा के लिए नहीं ഈ है. കഷ്ടത എന്നത്തേക്കും അല്ല. ये युद्ध हमेशा ഇത് का नहीं കുറച്ച് है. നാളത്തേക്കാ. ये थोड़ी देर के लिए ഇത് है. കഴിയുമ്പോൾ इसके बाद में എന്റെ കർത്താവ് തന്നെ मेरा परमेश्वर എന്നെ ही പുനഃസ്ഥാപിക്കും. मुझे पुनर्स्थापन करेगा, എന്നെ സ്ട്രോങ് ആക്കും. मुझे स्ट्रॉन्ग बनाएगा, എന്നെ ഉറപ്പിക്കും. मुझे दृढ़ എന്നെ कराएगा, ധൈര്യപ്പെടുത്തും. मुझे बलवंत എന്നെ करेगा. അവന്റെ ഒറിജിനൽ പദ്ധതി എന്താ? उसके ओरिजिनल प्लान क्या ആ है? പ്ലാൻ Amen. അനുസരിച്ച് പണിയും. उसी प्लान में मुझे बनाएगा. ആംപ്ലിഫൈഡ് വേർഷനിൽ പറഞ്ഞതുപോലെ एम्पलीफाइड वर्जन में ഓ, जैसा कहा है, അവന്റെ ഒറിജിനൽ പ്ലാനിലേക്ക് उसके ओरिजिनल प्लान में എന്താ എഴുതിയിരിക്കുന്നത്? क्या लिखा है? He will establish you. वो आपको स्थापना करेगा. What is the meaning? उसका मतलब क्या है? Making you what you ought to be. परमेश्वर जो आपको बनाना चाहता था Making वैसे, you what you ought to be. making you what you ought to be. Making you into God's original plan. परमेश्वर के उस ओरिजिनल प्लान Not में into a compromised plan. कोई समझौता मकसद में नहीं. Oh, hallelujah. हालेलुया. ഞാൻ വിശ്വസിക്കുന്നു. मैं विश्वास करता ഞാനിത് हूँ, സ്വീകരിക്കുക. मैं ये स्वीकार करता हूँ. എന്റെ ഇന്നത്തെ ദിവസം വരെ मेरे आज के दिन तक എന്നെ കൊണ്ട് കർത്താവിന് ചെയ്യാൻ പറ്റാത്തത് परमेश्वर जो मुझसे कर नहीं पाया, ദൈവത്തിന്റെ ഒറിജിനൽ പദ്ധതി परमेश्वर का ഈ ओरिजिनल അടുത്ത प्लान ദിവസങ്ങളിൽ കർത്താവ് ചെയ്യാൻ आने പോവുകയാണ്. वाले दिनों में पूरा करने जा എന്റെ रहा ഒറിജിനൽ है. പദ്ധതിയിലേക്ക് ദൈവം റീസ്റ്റോർ ചെയ്യാൻ मेरा പോവുകയാണ്. ओरिजिनल पद्धति में परमेश्वर Can मुझे somebody रिस्टोर say, करने जा रहा है. कुछ God is going to लोग restore me into his original plan परमेश्वर मेरे ओरिजिनल प्लान में रिस्टोर because of my करने जा spiritual रहा है. battles. मेरे स्पिरिचुअल युद्ध, ഓ, ഒത്തിരി ഡെന്റ് എനിക്ക് കിട്ടി. उससे मुझे बहुत चोट लगी है, ഒത്തിരി ഏറ് കിട്ടി എനിക്ക്. बहुत मार मिली ഒത്തിരി है, ചളങ്ങി പോയിട്ടുണ്ട്. मैं बहुत दब चुका പക്ഷേ हूँ, എറിഞ്ഞു കളയത്തില്ല. लेकिन मुझे फेंका नहीं जाएगा.
ओ रीखाना बराबर അവൻ എന്നെ പണിതെടുക്കാൻ പോവുകയാണ്. वो मुझे बनाने जा रहा है അവന്റെ പദ്ധതിക്ക് അനുസരിച്ച്. उसके योजना के अनुसार. എത്ര പേർ വിശ്വസിക്കുന്നു? कितने लोग विश्वास करेंगे? കരങ്ങൾ ഉയർത്തിക്കാട്ടെ, हाथों को जरा ഒന്ന് उठाए, പ്രാർത്ഥിച്ചാട്ടെ. प्रार्थना करें. Faith and Holy Spirit. अति पवित्र Holy विश्वास faith और and Holy पवित्र आत्मा, अति पवित्र विश्वास और पवित्र ഇത് आत्मा, രണ്ടിൽ നീ ഒന്ന് വളർന്നാട്ടെ. ये दोनों में तू जरा ഇത് बढ़ने രണ്ടിൽ നീ लगे. ഒന്ന് വളർന്നാട്ടെ. ये दोनों में तू बढ़ने लगो. ഇത് രണ്ടിൽ നീ ഒന്ന് വളർന്നാട്ടെ. ये दोनों में तुम बढ़ने लगो. Faith and Holy Spirit. विश्वास और पवित्र आत्मा. ओ Thank you, Holy Spirit. रीखमाना बराबर रीबाबाना बराबर शदल खमाना बराबर. എത്ര പേർക്ക് ഇത് മനസ്സിലായി? कितने लोग को ये बात समझ आई? സഹോദര, भाई, സഹോദരി, മക്കളെ, बहन, बच्चों, ഒത്തിരി പ്രശ്നം ഉണ്ടാകാം. आपके जीवन में बहुत दुख हो सकता है, നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. लेकिन तुम उसे ओवरकम कर पाओगे. എല്ലാ പ്രാവശ്യവും ഞാൻ ഇതാ എപ്പോഴും പറയുന്നത്, हम बोलो, ऐसा मत बोलो कि मैं हमेशा तो यही बोलता हूँ करके. അവന്റെ കൂടെ ഒന്നിരുന്ന് परमेश्वर के हाथ पकड़ो और കുറച്ചു उसके നേരം साथ കർത്താവ് बैठे മാത്രം रहो. കേൾക്കട്ടെ. നീ ഒന്ന് കരഞ്ഞോ? थोड़ी देर आप रो लो ना, परमेश्वर आपको सुनने दो. നിന്റെ ബുദ്ധി, നിന്റെ മൈൻഡ് പറയുന്നതെല്ലാം അങ്ങ് സറണ്ടർ ചെയ്തിട്ട്. आपका बुद्धि जो कहता है उसको समर्पित करके. പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ മനസ്സ് ഒത്തിരി കാര്യങ്ങൾ പറയും കേട്ടോ. जब दुख से हम जाते हैं तो मन बहुत बातें करता है. all of them they are the lies of the devil. वो सब शैतान की झूठ है. അതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് वो सब कुछ भूल कर, മൈൻഡിനെ റെസ്റ്റ് കൊടുത്തിട്ട് मन को विश्राम देकर ആത്മനിറവിലേക്ക് ഒന്ന് കയറി വന്നാണ്. आत्मा की भरपूरी में आप आ जाओ. നീ പരാജയപ്പെടത്തില്ല. तू पराजय नहीं होगा. നീ പരാജയപ്പെടത്തില്ല. तू पराजय नहीं होगा. ഇന്നലെ ഞാൻ യൂത്ത് മീറ്റിംഗിലും പറഞ്ഞു. कल भी मैंने यूथ मीटिंग में कहा, ഒരു കർത്താവിന്റെ ദാസനെ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ ചെയ്തത്. एक परमेश्वर के दास को मैंने जो इंटरव्यू किया था, 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 12वां कक्षा में जब वो पढ़ रहा था, അണലി എന്ന് പറഞ്ഞ പാമ്പുണ്ടല്ലോ, വൈപ്പർ. वाइपर जो सांप होता है आकर उसे मारा, വൈപ്പർ काटा. काटने से 2 വർഷം ഓർമ്മ നഷ്ടപ്പെട്ടു. 2 साल उनकी यादाश्त चली गई. കാല്, पैर, അണലി കടിച്ച സ്കിന്നെല്ലാം വെളുത്തു പോകും അല്ലേ? अगर वाइपर चोरजू बुट्टू काटने से स्किन पूरा सफेद हो जाता है, पूरा वहां पर खुजली सब आती है. നൂറനാട് കുഷ്ഠരോഗ ആശുപത്രിയിലേക്ക് वहां पर एक लेप्रेसी के हॉस्पिटल पर പിള്ളേർക്ക് പഠിക്കാൻ, ഡോക്ടർമാർക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ ഒരു ലൈവ് എക്സ്പെരിമെന്റ് സബ്ജക്റ്റ് ആയിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. हमें वहाँ के डॉक्टर्स को पढ़ाई करने के लिए एक लाइव एक्सपेरिमेंट का सामान उसको सौंप दिया गया. ഇന്നലെ ഞാൻ ഇന്റർവ്യൂ ചെയ്ത ആളാ. कल मैंने इंटरव्यू किया हुआ व्यक्ति है. 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 12 क्लास में जब पढ़ रहा था, ഒരു ദിവസം ഒരു പാസ്റ്റർ ആന്റി, അടുത്ത ചർച്ചിലെ ഒരു പാസ്റ്ററുടെ അമ്മച്ചിയാ, പാസ്റ്റർ അമ്മ വൈഫാ, एक जगह पर उनके बाजू में एक पास्टर की वाइफ जो है, ഈ കട്ടിലെ കിടക്കുന്ന മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. ये बेड पर पड़े होने वाला बेटा के लिए प्रार्थना किया പറഞ്ഞു, और कहा, എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം आमेन, उठकर प्रकाशमान हो, तेरा प्रकाश आ चुका है. ആ വചനം അകത്ത് കയറി. वो वचन हृदय के अंदर आ गया. കേട്ടപ്പോൾ ഒരു പ്രത്യാശ വന്നു. वो सुनकर उसके अंदर होप, आशा आई. ആഴ്ച തൊട്ട് മീറ്റിങ്ങിന് പോയി. अगले हफ्ते से वो मीटिंग जाने लगा. ഓർമ്മ തിരിച്ചു വന്നു. उसकी मेमोरी वापस आ गई. എക്സാം എഴുതാൻ തുടങ്ങി. एग्जाम लिखने लगा. 12ാം ക്ലാസ്സിന്റെ എക്സാം 12 कक्षा का एग्जाम 5 പ്രാവശ്യം എഴുതി, 5 बार लिखा, തോറ്റുപോയി. हार गया. 5 പ്രാവശ്യം എഴുതി തോറ്റുപോയി. 5 बार लिखा, हार गया. 5ാം പ്രാവശ്യം കഴിഞ്ഞപ്പോൾ 5वें बार के बाद ഒരു മീറ്റിംഗ് ചർച്ച നടക്കുമ്പോൾ एक मीटिंग जब चर्च में हो रहा था, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറച്ചു. पवित्र आत्मा की भरपूरी से उसे भर दिया. അന്യഭാഷ പറയാൻ തുടങ്ങി. अन्य भाषा बोलने लगा. അടുത്ത പ്രാവശ്യം എക്സാം എഴുതി, अगले बार जब एग्जाम लिखा, ജയിച്ചു. जीत गया. അതുകൊണ്ട് आमेन. തീർന്നില്ല. वहां भी समाप्त नहीं हुई. ചുരുക്കി പറഞ്ഞാൽ शॉर्ट में कहे तो തിയോളജിയിൽ MTH എടുത്തു, थियोलॉजी में उसने MTH लिया. PhD आमेन. ചെയ്തു. PhD किया. കൊറിയയിൽ പോയി PhD ചെയ്തു. कोरिया में जाकर PhD किया. MSc സൈക്കോളജിയിൽ പാസ്സായി. MSc साइकोलॉजी में पास हो गया. പിന്നെ വേറൊരു MA ചെയ്തു. और दूसरे के MA किया. ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ച് പോൾ യോങ്കിച്ചോവിന്റെ ചർച്ച്. दुनिया में सबसे बड़ा चर्च है पॉल योंगिचो का അതിന്റെ चर्च. ഒരു ബ്രാഞ്ച് ഉണ്ട്, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു ബ്രാഞ്ച് ഉണ്ട്. उसका एक इंटरनेशनल कम्युनिटी का एक ब्रांच है. ആ ബ്രാഞ്ചിന്റെ പാസ്റ്ററായി മാറി. आमेन. उस ब्रांच का पास्टर बन गया. അണലി കടിച്ച് കേരളത്തിൽ ചാകാൻ കിടന്ന ഒരു आमेन. ചെറുപ്പക്കാരൻ. वाइपर से मार खा के ഞാൻ वो ഇന്നലെ मरने के लिए पड़ा हुआ ഞാൻ लड़का था. ചോദിച്ചു, मैंने उस व्यक्ति से इस प्रकार से पूछा, സാറേ സാറിന്റെ ജീവിതത്തിലെ സീക്രട്ട് എന്താന്ന് ചോദിച്ചു. सर आपके जीवन का रहस्य क्या है? അപ്പൊ അദ്ദേഹം പറഞ്ഞു, तो उन्होंने कहा, ഞാൻ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞത്. ഹല്ലേലൂയ. आमेन, मैंने अभिषेक प्राप्त करके अन्य भाषा में बोलता हूँ. ഈ കാലത്ത് അന്യഭാഷ പറയുന്നതിനെ കളിയാക്കുന്നവരുണ്ട് കേട്ടോ. इन दिनों में अन्य भाषा बोलने वालों को मजाक उड़ाने वाले लोग हैं. ഇതിന്റെ അർത്ഥം നിനക്ക് അറിയാമെന്ന് ചോദിക്കുന്നവരുണ്ട്. बोलते कि बेवकूफी, तुझे इसका मतलब पता है क्या? ഞാൻ റാഷണൽ തിങ്കിങ്ങിനെ, അനലിറ്റിക്കൽ മൈൻഡിനെ ക്രൂശിച്ചിട്ട് ആമേൻ, ഞാൻ ആമേൻ, മണ്ടനെ പോലെ അന്യഭാഷ പറയുമ്പോൾ എന്റെ സ്പിരിച്വൽ മാൻ എക്സർസൈസ് ചെയ്യുക. मेरी जब एनालिटिकल माइंड को मैं क्रूशित करके, आमेन, जब मैं
अन्य भाषा बोलता हूँ तो मेरे आत्मिक व्यक्ति का मैं एक्सरसाइज करवा रहा हूँ. ഒന്ന് പറഞ്ഞു തുടങ്ങിക്കട്ടെ. बोलने लगे. അന്യഭാഷ ഇന്ന് വരെ പറയുന്നില്ലെങ്കിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു പ്രാപിച്ചോണം കേട്ടോ. अन्य भाषा आपको नहीं मिला है तो आपको बैठकर समर्पण के साथ उसे प्राप्त कर ले. Your life will never be the same. आपका जीवन पुराना समान नहीं रहेगा. ഈ ദിവസങ്ങളിൽ വലിയ ഹോളി സ്പിരിറ്റ് മൂവ് നമ്മുടെ ഇടയിൽ ഉണ്ടാകാം. Amen. इन दिनों में हमारे बीच में एक पवित्र आत्मा की चलन होने जा रही है. അതിനുവേണ്ടി ചർച്ച് റെഡി Amen. ആയിക്കോ. उसके लिए कलीसिया तैयार हो God is जाए. preparing the ground for a great Amen. Holy Spirit move in our midst. पवित्र आत्मा की चलन के लिए परमेश्वर हमारे कलीसिया को बना रही है. തയ്യാറായിക്കോ കേട്ടോ. उसके लिए कलीसिया तैयार हो जाए. നമ്മൾ വിശ്വസിക്കുന്നു. कितने लोग विश्वास करेंगे? കരങ്ങളെ ഉയർത്തി ഒന്ന് സ്വീകരിച്ചാട്ടെ. हाथ उठाकर जरा ഒന്ന് स्वीकार कर ले. സമർപ്പിച്ചാട്ടെ. പാടി ആരാധിക്കാൻ പോകുകയാ. समर्पण कर ले. We are going to worship together. हम गीत गाकर आराधना करने जा रहे हैं सब मिलकर. खुदा है राजा सर्वदा, आशा अपनी तू है. उद्धार तू है सनातन मेरे खुदा, सनातन मेरे खुदा. नशा में तेरा तू थकता है कभी, तू है निर्बल का सहारा, कमजोरों का दिलासा. हुक्मों की तरह उड़ाता है, तू है सनातन मेरे खुदा, सनातन मेरे खुदा. नशा में तेरा तू थकता है कभी, तू है सहारा, कमजोरों का दिलासा. हुक्मों की तरह उड़ाता है. बल पाए जैसे हम बात जोते आवे की बात जोते आवे की बात जोते. बल पाए जैसे हम बात जोते आवे की बात जोते आवे की बात जोते. बल पाए जैसे हम बात जोते आवे की बात जोते आवे की बात जोते. बल पाए जैसे हम बात जोते आवे की बात जोते आवे की बात जोते. खुदा मेरा राजा सर्वदा, आशा अपनी तू है. उद्धार तू है सनातन मेरे खुदा, सनातन मेरे खुदा. नशा में तेरा तू थकता है कभी, तू है सहारा, कमजोरों का दिलासा. हुक्मों की तरह उड़ाता है, तू है सनातन मेरे खुदा, सनातन मेरे खुदा. नशा में तेरा तू थकता है कभी, तू है निर्बल का सहारा, कमजोरों का दिलासा. हुक्मों की तरह उड़ाता है. अपना खुद का हाथ को अपना ये सिर के ऊपर रख दीजिए. നമ്മുടെ കരം നമ്മുടെ തലയിൽ വെക്കാം. I am going to pray for you together. हम मिलकर आपके लिए प्रार्थना कर रहे हैं. ഞാൻ കൈവച്ചില്ലെങ്കിലും अगर पास्टर आपके सर पे हाथ ना भी रखे, കർത്താവിന്റെ കരം നിങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. परमेश्वर का हाथ आपके ऊपर उतर എന്ന് आएगा. പറഞ്ഞാട്ട് യേശുപ്പ എന്നെ ഒന്ന് തൊട്ടണം. कहो कि परमेश्वर मुझे छू ले. യേശുപ്പ നിന്റെ കരം എൻ്റെ മേൽ വെക്കണം. परमेश्वर तेरा हाथ मुझ पर उतर आए, എന്നെ പണിയണം. मुझे बना ले, എന്നെ റീസ്റ്റോർ ചെയ്യണം. मुझे पुनर्स्थापन कर, നിന്റെ ഒറിജിനൽ പ്ലാനിലേക്ക് എന്നെ കൊണ്ടുവരണം. मुझे ओरिजिनल प्लान पर मुझे लेकर आ. ഞാൻ പിശാചുമായിട്ടുള്ള യുദ്ധത്തിലാണ്. मैं शैतान के साथ युद्ध में हूँ. ഒത്തിരി പരുക്ക് എനിക്ക് വന്നു.
बहुत चोट मुझे लगी है, ഒത്തിരി ഞാൻ ക്ഷീണിച്ചു मैंने बहुत माफ किए हैं, ക്ഷീണിച്ചു मैं थका हूँ, मैं बहुत थक चुका हूँ। നീ ക്ഷീണിതരുടെ ആശയാണ് കർത്താവേ. परमेश्वर तू श्रमित लोगों की आशा है। ഒരു കഴുകനെ പോലെ ചിറകടിച്ചു വരുവാൻ मैं उकाब के समान उड़ूंगा, എന്നെ നീ സഹായിക്കണേ. तू मुझे सहायता कर। ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ मैं विश्वास करता हूँ कि जैसे ही आप हाथ आपके सर നിങ്ങളുടെ पर रखा है, ശരീരത്തിന്മേൽ ദൈവിക രോഗശാന്തി ഉണ്ടാകും. आपके शरीरों पर एक बहुत बड़ी चंगाई। If you are sick right now, अगर आप बीमार है इस वक्त, നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ എൻ്റെ ശരീരം ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. आप प्रार्थना करें कि आपका शरीर इस वक्त चंगे हो ആ जाए, രോഗം മാറിപ്പോകട്ടെ, वो बीमारी ആ हटने दे, ക്ഷീണം മാറിപ്പോകട്ടെ, वो थकावट ആ हटने दे, പിശാചിന്റെ പദ്ധതികൾ वो മാറിപ്പോകട്ടെ. शैतान की योजनाएं हटने തല दे। കൈവച്ച് പ്രാർത്ഥിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. यीशु मसीह के नाम से കർത്താവ് ഈ ലൈവ് കാണുന്ന ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കും. ये लाइव देखने वाले हर एक അവരുടെ बच्चे के മേൽ लिए प्रार्थना അസാധാരണ करें, ദൈവശക്തി ഇറങ്ങട്ടെ. उनके ऊपर भी का साधारण Thank you परमेश्वर for की touching and healing them. धन्यवाद पिता, तूने उन्हें Thank you छुआ for और touching and चंगाई healing किया। them. थैंक यू पिता, आपने उन्हें छुआ और चंगाई किया, അങ്ങനെ നീ ചെയ്തിരിക്കുന്ന കൃപയ്ക്ക് ऐसा आपने किया। धन्यवाद।